ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാന് കേരളത്തിന്റെ ഒരു അംബേദ്കർ രാഷ്ട്രീയവും അല്ലെന്നുണ്ടെങ്കിൽ അംബേദ്കറൈറ്റ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീ അംബുജാക്ഷൻ സാറാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാന കാരണവും ദലിത് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ദലിത് എന്ന് പറയുന്ന ആ ഒരു പദത്തെ ഉൾക്കൊള്ളുന്നവർ ആ ദലിത് എന്ന് പറയുന്നതിനെ മാറ്റി പകരം ബഹുജൻ എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ മാത്രമല്ല, നല്ല ഒരു സമൂഹം ദലിത് സമുദായ പ്രവർത്തനങ്ങളിലൊക്കെ ഈ ഒരു അഭിപ്രായം പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരാളോ രണ്ടാളോ എന്നുള്ളതല്ല. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നത്, നമുക്കൊക്കെ അറിയാവുന്ന സന്തോഷ് പാനത്തുമ്പാട് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടും. അപ്പോ ഈ ദളിത് എന്ന പദം നമ്മൾ ഉപേക്ഷിക്കണം. ദളിതർ എന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ നമ്മൾ മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ചില അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പണ്ടൊക്കെ എന്തോ ആയിരുന്നു, അതൊക്കെ ഇപ്പൊ പറയണം, അങ്ങനെയൊക്കെയാണ് മറ്റേ അധിക്ഷേപിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ചങ്കരൻ, ആ ചങ്കരനൊന്നും ഞങ്ങൾ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ ദലിത് എന്ന് പറയുന്ന പദം ഉപേക്ഷിച്ചുകൊണ്ട് അതൊരു ജാതി ഉപജാതി എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ശരി എന്തെങ്കിലും ഉണ്ടോ? അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്നും അത് ഉപജാതികൾ പോലെ സമാനമായിട്ടുള്ള ഒരു ജാതി പ്രയോഗമാണെന്നും ഒക്കെയുള്ള പിന്നെ പ്രസ്താവനകൾ ഈ വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ആ ദലിത് എന്ന പ്രയോഗത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു പോസ്റ്റ് അംബേദ്കർ കാലഘട്ടത്തിൽ ആ പദം കടന്നുപോയ വൈജ്ഞാനികമായ മാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള അവ്യക്തതകളും അതേപോലെ ആശയക്കുഴപ്പങ്ങളും അജ്ഞതയും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒന്ന്, ഈ വാക്ക് ഇന്ന് അന്തർദേശീയമായി അംഗീകാരം ലഭിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് 300 ദശലക്ഷത്തോളം വരുന്ന ഒരു ജനത, പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥയുടെ വർണ്ണവ്യവസ്ഥയുടെ ഫലമായി അടിമത്വവും അയിത്തവും അസമത്വവും അനുഭവിച്ച് ലോക ചരിത്രത്തിലെ ഏറ്റവും നീണ്ടകാലത്തെ സമാനതയില്ലാത്ത അടിച്ചമർത്തലുകൾക്ക് വിധേയമായ ഒരു ജനത എന്ന നിലയ്ക്ക് ഈ ദലിത് എന്ന് പറയുന്ന ഒരു സ്വത്വം അന്തർദേശീയ തലത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വാക്ക് ലോകത്തെവിടെയും ഉള്ള മനുഷ്യർക്ക് കൃത്യമായും അത് ഇന്ത്യയിൽ നീതി നിഷേധിക്കപ്പെടുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ പര്യായമാണ്, അവരെ സൂചിപ്പിക്കുന്നതാണ് എന്ന നിലയ്ക്ക് അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. മറ്റൊന്ന്, ഇപ്പോൾ ദർബൻ കോൺഫറൻസ്, ഐക്യരാഷ്ട്രസഭയുടെ ഈ ദർബൻ കോൺഫറൻസിലാണ് 2002 ഈ ദലിത് പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നമെന്ന നിലയിൽ ദലിത് ക്വസ്റ്റ്യനാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അവിടെ ഇന്ത്യയിലെ ഈ പറയുന്ന കോടിക്കണക്കിന് ദലിതരുടെ പ്രശ്നമെന്ന നിലയ്ക്കാണ് ജാതിയും അതേപോലെ അയിത്തവും മറ്റ് പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും പിന്നെ ഡീഹ്യൂമനൈസേഷനും ഒക്കെ UN മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ അംബേദ്കറൈറ്റുകൾ, അതേപോലെ ദലിത് ഇൻ്റലക്ച്വൽസ്, ദലിത് അക്കാദമിഷ്യന്മാർ, സംഘടനാ നേതാക്കളെല്ലാം ചേർന്ന് നാഷണൽ കാമ്പയിൻ ഫോർ ദലിത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ദേശീയ ദലിത് മനുഷ്യാവകാശ കാമ്പയിൻ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ദലിതർക്കെതിരെ രാജ്യത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, പലതരത്തിലുള്ള നീതി നിഷേധങ്ങൾ, വിദ്യാഭ്യാസം, അതേപോലെ ഉദ്യോഗം, പിന്നീട് വിഭവ പങ്കാളിത്തം, ഭൂമിയുടെ ഉടമസ്ഥത, ഇതെല്ലാം അടങ്ങിയ കൃത്യമായ രേഖകൾ, ഡേറ്റകൾ സമാഹരിച്ചുകൊണ്ട് അതൊരു ബ്ലാക്ക് പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യുകയും ആ ബ്ലാക്ക് പേപ്പർ ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ 2002 ശേഷം ഐക്യരാഷ്ട്രസഭ ഇന്ത്യയിലെ ദലിതർ അനുഭവിക്കുന്ന ഈ പറയുന്ന എക്സ്ക്ലൂഷനെക്കുറിച്ച്, അവരനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷനെക്കുറിച്ച് രേഖപ്പെടുത്താൻ UN 2 റാപ്പോർട്ടേഴ്സിനെ നിയമിച്ചു. ആ റാപ്പോർട്ടേഴ്സിൻ്റെ അവർ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ദളിത് പ്രശ്നത്തെ ലോകവ്യാപകമായി തന്നെ അപ്പാർത്തീഡ് എങ്ങനെയാണോ വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ അവസാനിപ്പിക്കാൻ നെൽസൺ മണ്ടേലയുടെ പോരാട്ടത്തിനും ആഫ്രിക്കൻ ഈ പറയുന്ന ബ്ലാക്സിനും അനുകൂലമായി ലോക അഭിപ്രായം രൂപപ്പെട്ടത്, അതുപോലെ ഇന്ന് ഇന്ത്യയിലെ ദലിത് പ്രശ്നം ഇന്ത്യയിൽ മാത്രമുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമല്ല, പകരം ലോകത്ത് തന്നെ ഏറ്റവും അധിക കാലമായി നീതി നിഷേധിക്കപ്പെടുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ ബലിയാടുകൾ എന്ന നിലയ്ക്ക് ദലിത് പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുക എന്നതും പരിഹരിക്കുക എന്നതും ലോക ധാർമ്മികതയുടെ പ്രശ്നമാണെന്ന നിലയിലേക്കുള്ള ഒരു വേൾഡ് പ്രഷർ അഥവാ ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ദലിത് ഇഷ്യൂ എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ വാക്ക് ഇന്നൊരു ഗ്ലോബൽ ടെർമിനോളജിയായി മാറിയിരിക്കുന്നു. രണ്ടാമത്, ഈ വാക്ക് ഉദ്ഭവിച്ചത് നമുക്കറിയാം, ഇത് മഹാത്മാ ജ്യോതിബ ഫുലെ, ബാബാ സാഹേബ് അംബേദ്കറുടെ ഗുരുനാഥനായി അദ്ദേഹം പരിഗണിച്ചിരുന്ന മഹാത്മാ ജ്യോതിബ ഫുലെയാണ് ആദ്യമായി ഈ വാക്ക് ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചത്. ദലിത് ഉദ്ധാർ മണ്ഡൽ പോലുള്ള സംഘടനാ രൂപങ്ങൾ ആ കാലത്ത് പിറവിയെടുത്തിരുന്നു. പിന്നീട് നമുക്ക് അംബേദ്കർ സാഹിത്യങ്ങളിലൂടെ പരതിയാൽ ഈ വാക്ക് ബാബാ സാഹേബ് അംബേദ്കറും ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാല്യങ്ങൾ, മലയാളത്തിലടക്കം ഇറങ്ങിയ 40ഓളം വാല്യങ്ങളിൽ പല വാല്യങ്ങളിലും ദലിത് എന്ന വാക്ക് അംബേദ്കർ രചനകളുടെ ഭാഗമായി തന്നെ ഇടം പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, ദലിത് സാഹിത്യമാണ്. ഇന്ത്യയിലെ അംബേദ്കറിന് ശേഷം, ബാബാ സാഹേബ് അംബേദ്കറിന് ശേഷം ഈ തരത്തിലൊരു വാക്ക് ഇന്ത്യയിൽ പ്രയോഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അത് വിപുലമായി അത് സ്ഥാപിച്ചെടുക്കുന്നതും ദലിത് പാന്തർ പ്രസ്ഥാനമാണ്. മഹാരാഷ്ട്രയിലെ ദലിത് പാന്തർ നേതാക്കളാണ്, ദലിത് ബുദ്ധിജീവികളാണ്, ദലിത് എഴുത്തുകാരാണ്, ദലിത് സാഹിത്യകാരന്മാരാണ് ഈ വാക്കിന് വലിയ പ്രചാരം ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന്, മറാത്തിയിൽ നിന്ന് തുടങ്ങുകയും പിന്നീട് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് അത് വ്യാപിക്കുകയും ഏറ്റവും ഒടുവിൽ അത് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നും ലോകത്തോളം വിനിമയം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു ലിറ്റററി വിഭാഗമായി ഇംഗ്ലീഷ് സാഹിത്യത്തിലടക്കം ദലിത് ലിറ്ററേച്ചർ എന്ന് വലിയൊരു ഘടകമാണ്. അപ്പം അതുകൊണ്ട് ദലിത് സാഹിത്യം എന്ന് പറയുന്ന വലിയൊരു പ്രപഞ്ചം തന്നെ ഇപ്പോൾ ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദലിത് എഴുത്തുകാരായിട്ടുള്ള, ദലിത് കവികളായിട്ടുള്ള നാംദേവ് ദാസൽ, അതേപോലെ രാജ ധലെ, പ്രൊഫസർ അരുൺ കാംബ്ലെ, ശരൺകുമാർ ലിംബാലെ, അർജുൻ ഡാംഗ്ലെ, ഇങ്ങനെ തുടങ്ങിയ വിപുലമായ ഒരു ദലിത് എഴുത്തുകാരുടെ വലിയ ലോകം, ദലിത് കവിതകൾ, ദലിത് ആത്മകഥാ സാഹിത്യം, ദലിത് ഓട്ടോബയോഗ്രഫി, അതേപോലെ ഇപ്പോൾ തമിഴ്നാട്ടിലെ നമ്മുടെ പാമയടക്കമുള്ളവരുടെ രചനകൾ ചേർത്ത് വെച്ചാൽ, ഗുജറാത്തിൽ നിന്നുള്ള രമേശ് ചന്ദ്ര പാർമറെ പോലുള്ളവരുടെ രചനകൾ, കേരളത്തിൽ പോലും ദലിത് സാഹിത്യകാരന്മാരെന്ന് പറയുന്ന വലിയൊരു കാറ്റഗറി അംബേദ്കർ വായനയിലൂടെ, വിപുലമായ ഒരു നവോത്ഥാന വായനയിലൂടെ ഇന്ന് കേരളീയ സമൂഹത്തിൽ പുതിയ വിമർശനധാരയും പുതിയ ജാതിവിരുദ്ധ പഠനങ്ങളും അതേപോലെ പുതിയ പരിപ്രേക്ഷ്യങ്ങൾ തന്നെ വെച്ചുകൊണ്ടുള്ള ദലിത് ഒരു ജ്ഞാന വ്യവസ്ഥയായി ഈ ദലിത് പഠനങ്ങൾ, ദലിത് സാഹിത്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കെ കൊച്ചാണെങ്കിലും, അതേപോലെ പ്രദീപൻ പാമ്പരിക്കുന്ന, MP മനോജ്, സണ്ണി കവിക്കാട്, ഇങ്ങനെ തുടങ്ങിയ ഇപ്പോൾ നമ്മുടെ ശ്യാംകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പട്ടിക, KM സലീംകുമാറിൻ്റെ കാര്യം നമുക്കറിയാം, പോൾ ചെറുക്കറോടും പല സുമാൻ സാറും ഒക്കെ തുടങ്ങി വെച്ച് TK നാരായണനിലൂടെയും കവിയൂർ മോനുടെ ദലിത് ഭാഷയിലൂടെയും ദലിത് സുവിശേഷത്തിലൂടെയും അങ്ങനെ എത്രയോ സാഹിത്യകാരന്മാരിലൂടെ വിപുലീകരിച്ച ഒരു വലിയൊരു വൈജ്ഞാനിക സാഹിത്യ. അതുകൊണ്ട് ഈ വാക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രയോഗാർത്ഥവും അതിൻ്റെ സാംസ്കാരികവും അതിൻ്റെ ബൗദ്ധികവും അതിൻ്റെ സാഹിത്യപരവും അതിൻ്റെ വിപ്ലവപരവുമായിട്ടുള്ള വ്യത്യസ്ത മാനങ്ങളെ പഠിക്കാതെയും വേണ്ട നിലയ്ക്ക് അതിനെ തിരിച്ചറിയാതെയുമാണ് വളരെ അടഞ്ഞ
സങ്കുചിതമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഒരു പവർ പൊളിറ്റിക്സിന്റെ വളരെ ഇടുങ്ങിയ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മഹത്തായ ഈ വാക്കും ആ വാക്ക് പ്രതികരിക്കുന്ന അതിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്ന വലിയൊരു ജ്ഞാനവ്യവസ്ഥയെ, ഒരു വൈജ്ഞാനികതയെ, ഒരു സാഹിത്യ ശാഖയെ, ഒരു ചരിത്ര ശാഖയൊക്കെ തന്നെ കല്ലെറിയുന്ന രീതിയിലുള്ള തെറ്റായ ആരോപണങ്ങളും തെറ്റായ തരത്തിലുള്ള വളച്ചൊടിക്കലുകൾ, ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ നൽകുന്നത്. ആ ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഇവിടെ പലരും പറയുന്ന പോലുള്ള അർത്ഥങ്ങളല്ല ഈ വാക്കിനുള്ളത്. ഇതൊരു ഒരു ലിബറേറ്റീവായിട്ടുള്ള പ്രയോഗമാണെന്ന് ഞാൻ പറഞ്ഞു. വിമോചനാത്മകമായ ഒരു പ്രയോഗമാണ്, അതൊരു ഡെമോക്രാറ്റിക്കായ പ്രയോഗമാണ്. ഇന്ന് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഒരു പക്ഷേ പല പ്രസ്ഥാനങ്ങൾ, ഗാന്ധിയൻ മൂവ്മെന്റ് ഏതാണ്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പുതിയ കാലത്ത് ഇന്ത്യയിൽ വളരെ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ പോലും വന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നും അത് പിന്മാറി ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ പോലും അത് തൊഴിലാളിവർഗത്തെയും അടിസ്ഥാന ദളിത് ആദിവാസി വിഭാഗങ്ങളെയും ഒക്കെ കൈയൊഴിഞ്ഞിട്ട് ഒരുതരം കോർപ്പറേറ്റ് വരേണ്യതയുടെയും മറ്റൊന്ന് നമ്മുടെ സമഗ്രാധിപത്യ ഫാസിസ്റ്റ് പ്രവണതകളോട് സന്ധി ചെയ്യുന്ന മറ്റൊരു തരത്തിലുള്ള ബദൽ ഹിന്ദുത്വത്തിൻ്റെയൊക്കെ അജണ്ടകളിലേക്ക്, അഥവാ ലെഫ്റ്റ് ഹിന്ദുത്വം എന്നൊരവസ്ഥയിലേക്കൊക്കെ മാറുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യപരമായ പരിവർത്തനം ആഗ്രഹിക്കുന്ന വലിയ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ലിബറലായി ചിന്തിക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും മുമ്പിൽ പ്രതീക്ഷയാണ് പുതിയ കാലത്ത് അംബേദ്കർ ദർശനങ്ങളെ പ്രായോഗികമായി അതിനെ വ്യാഖ്യാനിക്കുകയും അതിന് പുതിയ മാനങ്ങൾ കൊടുക്കുകയും അതിലേക്ക് ഇന്ത്യയിലെ മാറ്റം കൊതിക്കുന്ന സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ, ഭരണഘടനയുടെ രാഷ്ട്രീയത്തെ, സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ, സാമ്പത്തിക ജനാധിപത്യത്തിൻ്റെയൊക്കെ വിശാലമായ ഒരു ഡെമോക്രസിയൊക്കെ ചേർത്ത് വെക്കുന്ന ഒരു മൂവ്മെൻ്റ് എന്ന നിലയിൽ ദളിത് പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയുടെ ഡെമോക്രസിയിൽ ഇന്ന് വലിയൊരു പ്രതീക്ഷയാണ്. ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ മൂവ്മെൻ്റാണ്, ഏറ്റവും വലിയ റാഡിക്കൽ മൂവ്മെൻ്റാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കിന് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കാലഘട്ടത്തിൽ നിഘണ്ടുവിലോ അല്ലെ ഏതെങ്കിലും താൽക്കാലികമായിട്ടൊക്കെ രൂപപ്പെട്ടു വന്ന ഏതെങ്കിലും എഴുത്തുകളിലോ ഒക്കെ കൊടുത്ത നിഘണ്ടു അർത്ഥങ്ങൾ പരതി നടന്നിട്ട് ഡിക്ഷണറി അർത്ഥങ്ങളിലല്ല ഒരു ജനതയുടെ സംസ്കാരത്തെയും ആ ജനതയുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച പ്രയോഗങ്ങളെയും തിരയേണ്ടത് നിഘണ്ടുവിലല്ല. ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള അപൂർണമായ പരാമർശങ്ങളിലുമല്ല. പകരം അത് മൊത്തത്തിൽ പ്രതികരിക്കുന്ന ഒരു ജ്ഞാനവ്യവസ്ഥയുണ്ട്. ഒരു ദളിത് ഇന്ന് ഇന്ത്യയിലെ ഒരു ചരിത്ര ശാഖയാണ്, ഒരു ദളിത് ഹിസ്റ്റോറിക്കൽ സംഗതിയാണ്. ദളിതിലൂടെ തന്നെയാണ് ദളിത് എന്ന വാക്ക് വന്നതിന് ശേഷമാണല്ലോ BSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വന്നത് പോലും. തീർച്ചയായിട്ടും. അപ്പൊ അതില് BSPയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ദളിത് എന്ന് പറയുന്ന ഒരു വാക്ക് എത്രമാത്രം അവരെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന്. അല്ല, BSP യഥാർത്ഥത്തിൽ വരുന്നത് എപ്പോഴാണ്? മഹാരാഷ്ട്രയിൽ ദളിത് പ്രാന്തർ പ്രസ്ഥാനമൊക്കെ വളർന്ന് പന്തലിച്ച് ആ ഒരു ദളിത് അവബോധം മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിൽ ഉടനീളവും ദക്ഷിണേന്ത്യയിലും ഒക്കെ വിതച്ച ഒരടിത്തറയിലാണ് യഥാർത്ഥത്തിൽ ബഹുജൻ സമാജ് പാർട്ടി നട്ടു വളർത്തുന്നത്. അതാണ്. അത്രയൊരു ദളിത് അവബോധം ഇല്ലായിരുന്നു എങ്കിൽ BSPക്ക് ഈ പറയുന്ന തരത്തിൽ ദളിതർക്കിടയിൽ ഒരടിസ്ഥാനപരമായ സ്വീകാര്യത ലഭിക്കുമായിരുന്നില്ല. അതിന് നമുക്ക് ഉത്തരേന്ത്യയുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ഈ വാക്ക് കൊള്ളുകയില്ല. ആ വാക്കിൻ്റെ അർത്ഥം ശരിയല്ല, അത് ഉപജാതിയാണ്, അല്ലെങ്കിൽ അതിന് ചിതറിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥമാണ്, വിഘടിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥമാണ്. ഇതൊന്നും ശരിയായ വായനകളല്ല. അതുകൊണ്ട് അതല്ല, അങ്ങനെ പറഞ്ഞാൽ അധികാരികളാകാൻ പറ്റില്ല എന്ന് കാൻഷറാൻ പറഞ്ഞിട്ടുണ്ട്. ദളിതർക്ക് അധികാരികളാകാൻ പറ്റില്ല. ഈ കാൻഷറാൻ പറഞ്ഞതിനെ എങ്ങനെ വായിക്കണമെന്നറിയത്തില്ല. കാരണം ദളിതർക്ക് അധികാരം പറ്റില്ല എന്ന് കാൻഷറാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ പുതിയ കാലത്തിന്റെ ജ്ഞാന വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിൽ ലോകം വായിച്ചാൽ ആർക്ക് അധികാരം പറ്റത്തില്ലെന്നാണ് മനസ്സിലാവുക? ദളിതർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇവിടുത്തെ SC/ST ജനവിഭാഗങ്ങൾക്കൊന്നും പറ്റിയ കാര്യമല്ല ഇതെന്നും ഇത് വരിണർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നായിരിക്കും ലോകം അതിനെ വായിക്കുക. അപ്പം കാരണം പരിക്കകത്ത് നല്ലത് പുറത്തോട്ടിറങ്ങാൻ യാതൊരു സാധ്യതയില്ലാത്ത ആളുകൾക്കൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഞങ്ങള് വിഷയത്തിന്മേൽ മറുപടി കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ദളിതർ എന്ന പദം, നമ്മൾ ദളിതരാക്കപ്പെട്ടവരാണ്, ദളിതരല്ല, ദളിതരാക്കപ്പെട്ടവരാണ്. ആക്കിയത് ആരാണ്? അവരുടെ ഉദ്ദേശമാണ് ദളിത് എന്ന പദം നിലനിർത്തുകയും നമ്മുടെ അവസ്ഥയെ സൂചിപ്പിക്കുകയും ചെയ്യേണ്ടത്. നമ്മളൊരു യാചകരാണെന്നും ചിതറിപ്പോയവരാണെന്നും തകർന്നു പോയവരാണെന്നും ഒക്കെയുള്ള അർത്ഥം വരുന്ന ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട, ഈ പറയുന്നവരും പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് വാക്കിന്റെ അർത്ഥമെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് പറയുന്ന ഒരു ന്യായീകരണം, പാന്തർ എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് പാന്തർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ബ്ലാക്ക് പാന്തർ എന്ന് നമുക്കറിയാം, അമേരിക്കയിൽ നടന്ന റവല്യൂഷന്റെ ഭാഗമായിട്ട്
വന്ന ഒരു പ്രയോഗമാണ് പാന്തർ, കരിമ്പുലികൾ എന്ന് പറയുന്ന ബ്ലാക്ക് പാന്തർ. പക്ഷെ കേരളത്തിൽ അതങ്ങനെയല്ല. കേരളത്തിലും ഇന്ത്യയിലും ദളിത് പാന്തർ എന്നാണ് പറയുന്നത്. ദളിത് എന്ന് ചിതറിപ്പോയ കരിമ്പുലികൾ, അങ്ങനെ അതിനെ മലയാളീകരിച്ചാൽ വേണേ അങ്ങനെ പറയാം എന്നുള്ളത്. പക്ഷെ ആ ചിതറിപ്പോയവർ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്തരം ന്യായീകരണങ്ങളൊക്കെ വാദങ്ങളൊക്കെ നടത്തുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കാൻഷിറാമിനേക്കാളും വലിയ ആളാകാൻ നോക്കരുത് എന്നുള്ളതാണ്. കാൻഷിറാം ഇന്ത്യയിൽ പൊളിറ്റിക്കൽ എഞ്ചിനീയർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിനേക്കാൾ വലിയ ആളാകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് ദലിതെന്ന് അംഗീകരിക്കുന്ന ആരൊക്കെ ഉണ്ടോ, അത് കേവലം കേരളത്തിൽ മാത്രമല്ല. ദലിതെന്ന് പറയുന്നൊരു വാക്കിനെ അംഗീകരിച്ച് കൊണ്ട് നിലനിർത്തുന്നവരാരോ അവർ ഒരിക്കലും കാൻഷിറാമിന്റെ ഐഡിയോളജി, രാഷ്ട്രീയ അല്ലെങ്കിൽ BSP ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ യാതൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. വൈരുദ്ധ്യമാണ്. ഒന്നാമത് ബഹുജൻ സമാജ് പാർട്ടിയുടെ ഏതാണ്ട് തുടക്കം മുതൽ കേരളത്തിൽ അതിൽ സ്ഥിരതയോടെ ആ ഒരു ബഹുജൻ സമാജ് പാർട്ടിയുടെ രാഷ്ട്രീയത്തെ പഠിക്കുകയും കാൻഷിറാംജിയെ സ്വാധീനിച്ച അംബേദ്കർ കൃതികളെയും ആ അംബേദ്കർ കൃതികളെ വ്യാഖ്യാനിച്ച് വൈജ്ഞാനിക വികസിച്ച ദലിത് സാഹിത്യങ്ങളെയൊക്കെ കൃത്യമായി പിന്തുടരുന്ന ഒരു ബഹുജൻ സമാജ് പാർട്ടിക്കാരന് പിന്നെ ഇങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ഒരു ബഹുജൻ സമാജ് പാർട്ടിയിലെ കുറഞ്ഞ സമയം അതിൽ രാഷ്ട്രീയ സഞ്ചാരം നടത്തി അവസാനിപ്പിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ അടിസ്ഥാനങ്ങളെ നിഷേധിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ സ്വാഭാവികമായും BSPയുടെ കേരളം എടുത്തു നോക്കിയാൽ കേരളത്തിലെ BSPക്ക് തുടക്കം കുറിച്ച വ്യക്തികളെടുക്കാം. ഒന്ന് TK നാരായണ സാറാണ്. ബാബാ സാഹേബ് BR അംബേദ്കറോടൊപ്പം ബാബാ സാഹേബിൻ്റെ അവസാന നാളുകളിൽ കേരളത്തിൽ നിന്ന് BA പരീക്ഷ പാസ്സായി ഇവിടെ അന്ന് അവസരം കിട്ടാതെ ഡൽഹിയിലേക്ക് പോയി ബാബാ സാഹേബ് അംബേദ്കറുടെ പിൻബലത്തിൽ ഡൽഹി സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ജോലിയിൽ കയറിയ TK നാരായണൻ സാർ എന്നെ പോലുള്ളവരുടെയൊക്കെ വഴികാട്ടിയാണ്. അദ്ദേഹം ഗുരുനാഥനാണ്. ആ TK നാരായണൻ സാർ സ്ഥാപിച്ച സംഘടന ദലിത് കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് DCM ദലിത് കൾച്ചറൽ മൂവ്മെൻറ്റ് സ്ഥാപിച്ചു. ഏതാണ്ട് 1982-83 കാലഘട്ടത്തിലൊക്കെ അത്. അപ്പോൾ അദ്ദേഹമാണ് ഒരുപക്ഷെ ആദ്യമായി കേരളത്തിൽ പിന്നെ ചില കൃതികൾ പുറത്തിറക്കിയതിൽ പ്രധാനപ്പെട്ട ഒരാൾ. അംബേദ്കറൈറ്റ് കൃതികൾ, ഉദാഹരണം ഇപ്പം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് സാറാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ബുദ്ധാൻകിസ് ദമയും സാർ സ്വതന്ത്രമായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ മകനാണ് N മുരളി എന്ന് പറയുന്ന BSPയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം. അദ്ദേഹം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു. പിന്നീട് അദ്ദേഹം ചില അവസാന കാലത്ത് പഠനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നേരിട്ടപ്പോൾ TK നാരായണ സാർ അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം RECയിലേക്ക് അയച്ച്, അങ്ങനെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നെ വിദ്യാഭ്യാസത്തിൽ BTech ഒക്കെ ഏതാണ്ട് എഴുതി പൂർത്തിയാക്കി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്നത്. അപ്പം അങ്ങനെ RECയിലെ ഞങ്ങൾ ആരംഭിച്ച ദലിത് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാരായണ സാർ അദ്ദേഹത്തിൻ്റെ മകനെയും ഞങ്ങൾക്ക് ഒപ്പം വിട്ടുതരുന്നതാണ്. അത് വേറെ ചരിത്രമാണ്. അപ്പോൾ ആ TK നാരായണ സാർ ആയിരുന്നു കേരളത്തിലെ BSPയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാൾ. അദ്ദേഹം ദലിത് മൂവ്മെൻറ്റ് രൂപീകരിച്ച് BSPയിലേക്ക് വന്ന ഒരാളാണ്. മറ്റൊന്ന് പിന്നെ കേരളത്തിലെ BSPയുടെ പ്രത്യേകിച്ച് കല്ലറ സുകുമാരൻ, അദ്ദേഹം കല്ലറ സാറിനെ സംബന്ധിച്ചുള്ള IDF ആണ്. അദ്ദേഹം BSPയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ദലിത് ഫെഡറേഷനിൽ നിന്നുമാണ് BSPയിലേക്ക് വന്നത്. ഇവരൊക്കെ വലിയ ചരിത്രമുള്ള വ്യക്തികളും ആ നിലയ്ക്ക് അനുഭവമുള്ള ആൾക്കാരും നീണ്ടകാലം കേരളത്തിലെ ദലിത് മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ളവരുമായ മനുഷ്യരാണ്. അവരൊന്നും ഈ വാക്ക് തള്ളിപ്പറയുകയല്ല ചെയ്തത്. ആ ദലിത് പ്രസ്ഥാനത്തെ ഒപ്പം അതിന് പരസ്പര പൂരകമായി BSPയോട് കണ്ണി ചേർക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ്. പോൾ ചിറക്കരോട് സാറ് പിന്നീട് BSPയിൽ വന്ന ഏറ്റവും പ്രമുഖനായ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഭയും സാഹിത്യകാരനുമായിരുന്നു. ഏതാണ്ട് 10-60-70 പല നോവലുകളും കഥകളും ഒക്കെ എഴുതിയ പോൾ ചിറക്കരോട് സാറ് ബഹുജൻ സമാജ് പാർട്ടിയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ വരെയും ഈ പറയുന്ന ദലിത് ഐഡന്റിറ്റിയുടെയും ദലിത് സാഹിത്യത്തിൻ്റെ വ്യക്തമായിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ദലിത് സാഹിത്യകാരൻ എന്ന പേരിന്റെ ഉടമയാണ് പോൾ ചിറക്കരോട് സാറ്. ഇങ്ങനെയുള്ള മനുഷ്യര് പിന്നീട് നമുക്കതിനകത്തെടുത്താൽ ഒരു പക്ഷേ BSPയുടെ സംസ്ഥാന നേതൃത്വങ്ങളിലേക്ക് വന്ന ഒരുപാട് വ്യക്തികൾ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ദലിത് പ്രസ്ഥാനങ്ങളിൽ നിന്നവരാണ്. പ്രധാനമായും 2 ദലിത് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു BSPയുടെ സംസ്ഥാന നേതാക്കളായി അന്നും ഏതാണ്ട് ഇന്നും അതിൻ്റെ മുൻപന്തിയിലുള്ളത്.
ഈ ജാതി സംഘടനകളിൽ നിന്നൊക്കെ ഏതെങ്കിലും ജാതി പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകളിൽ നിന്നോ അതിൽ നിന്ന് ചെറിയ ഒരു വേഷപ്പകർപ്പോടു കൂടിയുള്ള ചില താൽക്കാലിക സംവിധാനങ്ങൾക്കകത്തേക്ക് ചെന്ന് അങ്ങനെ വന്നവരെ പോലെയല്ല, കൃത്യമായ ഒരു ദളിത് പ്രസ്ഥാനത്തിന്റെ റൂട്ടിലൂടെ വന്നവർ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നത് ഇപ്പോൾ സജി കെ ചേരവൻ കേരള ദളിത് പ്രസ്ഥാനത്തിലൂടെ വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം PDP, അദ്ദേഹം ഒരുപക്ഷെ ബിഷമൂർ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ASF ആയിരുന്നു. അതിൽ നിന്നുമാണ് ഞങ്ങളുടെയൊക്കെ ഒരു ബന്ധങ്ങൾ KDPയിലേക്ക് വരുന്നത്. പക്ഷെ KDPയിലേക്ക് വന്ന് നീണ്ടകാലം അതിൽ പ്രവർത്തിക്കുകയും KDPയുടെ ഏതാണ്ട് സംസ്ഥാന നേതൃപദവിയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ബഹുജൻ സമാജ് പാർട്ടിയിലേക്ക് പോകുന്നത്. അതൊരു തുടർച്ചയാണ്. കാരണം ദളിത് അവബോധത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായും പിന്നെ അടുത്തൊരു ഘട്ടം എന്ന രീതിക്ക് അധികാര രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുക, പവർ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന നിലയിൽ ദളിത് പ്രസ്ഥാനങ്ങൾ തന്നെ വെക്കുന്ന ഒരു നെക്സ്റ്റ് അജണ്ട എന്ന് പറയുന്നത് കുറച്ചുകൂടെ രാഷ്ട്രീയ പവർ പൊളിറ്റിക്സ് ആണ്. അപ്പൊ അത് ദളിത് പ്രസ്ഥാനത്തിന് വിരുദ്ധമല്ല, ദളിത് പ്രസ്ഥാനത്തിന്റെ ഒരു തുടർച്ചയിലാണ് BSPയിലേക്ക് സജി കെ ചേരവൻ പ്രവേശിക്കുന്നത്. ഇന്ന് ദളിത് പൊളിറ്റിക്സിന്റെ ഒരു പ്രൈമറി എന്ന് പറയുന്നത് ദളിത് ഐഡന്റിറ്റി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ സെക്കൻഡറി ആയിരിക്കാം ഒരു പക്ഷേ ബഹുജൻ പൊളിറ്റിക്സിലേക്ക്. അതിന്റെ ഒരു പ്രശ്നം ഇതാണ്, ദളിത് ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതൊരു വേറൊരു തരത്തിലുള്ള ഒരു സ്വത്വമാണ്. ഞാൻ പറഞ്ഞ് അത് ഞാൻ മുമ്പേ പറയുന്നുണ്ട്, അതൊരു റവല്യൂഷണറി ഐഡന്റിറ്റി, ഒരു പരിവർത്തനത്തെ ട്രാൻസിഷനെയാണത്. അതങ്ങനെ നിന്ന് പോകാൻ പറ്റത്തില്ല. മാത്രമല്ല ഇവിടെ ചിലർ ഈ ഏതെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടിയ കാര്യങ്ങളെ ഒരു ഘടനാപരമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത, ഇപ്പം എന്നെ പോലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം TK നാരായണൻ, അതേപോലെ VT രാജശേഖർ, കാൻശ്രാം ഈ ദളിത് എന്ന് പറയുന്ന വാക്കിനെ അത്രത്തോളം വെറുത്തിരുന്നു എങ്കിൽ ദളിത് വോയിസിന്റെ എഡിറ്ററായ VT രാജശേഖറെ അവസാന നാളുകളിൽ ഡൽഹിയിലേക്ക് ക്ഷണിച്ച് ഡൽഹിയിൽ നിന്നും ദളിത് വോയിസ് പുനഃപ്രസിദ്ധീകരിക്കാൻ അവസരമൊരുക്കുന്നത് കാൻശ്രാമാണ്. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ നിന്നും ഏതാണ്ട് 1998-99 കാലഘട്ടമായപ്പോൾ ദളിത് വോയിസിനെ ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയിട്ട് BSPയുടെ പിന്തുണയോടുകൂടിയാണ് ദളിത് വോയിസ് ഡൽഹിയിൽ നിന്നും പിന്നീട് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ആ ദളിത് വോയിസിന്റെ കറസ്പോണ്ടന്റായിട്ട് വർക്ക് ചെയ്ത പ്രമോദ് കുരിയിൽ BSPയുടെ ഡൽഹിയിലെ രഖത്ഗഞ്ച് നഗറിലെ BSP ഓഫീസിലെ ബഹുജൻ സംഘാടക് എന്ന് പറയുന്ന BSPയുടെ ഒഫീഷ്യൽ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് ദളിത് വോയിസിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടും വർക്ക് ചെയ്തത്. ഇതേ സമയത്ത് ഡൽഹിയിൽ കാൻശ്രാമുണ്ട്, ഒപ്പം SK വിശ്വാസ്, വലിയ ദളിത് എഴുത്തുകാരനാണ് അദ്ദേഹം, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹം കാൻശ്രാമിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ഡൽഹിയിലെ നോയിഡയിലെ മീഡിയ സെന്ററിന്റെ പ്രധാനപ്പെട്ട അഡ്വൈസറായിരുന്നു. ആ സമയത്ത് കാൻശ്രാമുമായിട്ട് 99-ലൊക്കെ ഞങ്ങളൊക്കെ ഡൽഹിയിൽ പോയി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നില്ല. അതേസമയം ഏതോ അദ്ദേഹത്തിന്റെ ഒരു കൃതിക്കകത്ത് ഏതോ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. അതൊരു പക്ഷേ ഉത്തരേന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ പറയുന്ന ദളിത് പ്രസ്ഥാനങ്ങൾ എന്ന രീതിയിൽ KDP അല്ലെ മഹാരാഷ്ട്രയിലെ ദളിത് പ്രസ്ഥാനം ഒരുപാട് മുന്നോട്ട് പോയിരുന്നു ആശയപരമായി, ബുദ്ധിപരമായി. അതുകൊണ്ട് തന്നെ അവരെ ഒരു പക്ഷേ BSPയിലേക്ക് വളരെ പെട്ടെന്ന് ചേർക്കാൻ മഹാരാഷ്ട്രയുടെ കോണ്ടെക്സ്റ്റിൽ BSPക്ക് കഴിയാതെ വന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയ ഒരു കൃതിയിലാണ് അദ്ദേഹം വേറൊരു തരത്തിൽ ആ വാക്കിനെ കുറിച്ച് തെറ്റായ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അപ്പൊ ആ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സങ്കല്പം എന്ന് പറയുന്നത് അവിടെയുള്ള BSPയോട് ചേരാത്ത സംഘടനകൾ എന്ന നിലയ്ക്ക് മാത്രം കണ്ട ഒരു കാര്യമാണ് ഈ ദളിതർ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്ത്യയിലൊട്ടുക്കുള്ള ഈ പറയുന്ന ഒരു ദളിത് ഐഡന്റിറ്റിയെയോ ഒരു ദളിത് വ്യവഹാരത്തെയോ ദളിത് വൈജ്ഞാനികതയോ ഒന്നും മൊത്തത്തിൽ അഡ്രസ് ചെയ്തോന്നല്ല കാൻശ്രാം പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാല് ഒറ്റ വാക്കില് ഇതൊരു ഉപജാതിയെ പോലെ തന്നെയാണ്. അതായത് ഒരു സമൂഹത്തെ ചിന്നിച്ചിതറിയവരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ആക്കപ്പെട്ടവരാണ് നിങ്ങൾ ഒരിക്കലും അല്ല. അവിടെയാണ് ഒരു പ്രശ്നം. അത് ഈ പറഞ്ഞ അഭിപ്രായത്തിനകത്തെ ഒരു വൈരുദ്ധ്യം. ദളിത് KDP അഥവാ കേരളത്തിലെ സംസ്ഥാന ദളിത് പ്രസ്ഥാനം വരുന്നിടം വരെ അതുവരെയുള്ള പല സംഘടനകളും ജാതിക്കകത്താണ് പ്രവർത്തിച്ചത്. അവർ ഓരോ ഉപജാതിയുടെ വക്താക്കളായിരുന്നു. ദളിത് പ്രസ്ഥാനം എന്ന പേരിൽ പോലും വന്ന ചില സംഘടനകളിൽ പോലും കേരളത്തിലെ ഈ സംഘടിത മേജർ ഉപജാതികളായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷെ KDPയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യത്തെ രൂപം കൊണ്ടു 1988 KDP പ്രഖ്യാപിച്ചു. 89-90 അതിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം മാവേലിക്കരയിൽ വെച്ച് നടക്കുന്നു. അപ്പൊ അതിന്റെ ആദ്യകാല പ്രസിഡന്റായി വരുന്നത് അനിൽകുമാർ വടകരയാണ്. അദ്ദേഹം മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഇപ്പോഴും KDPയുടെ സീനിയർ പ്രസീഡിയം അംഗമാണ്. തികഞ്ഞ അംബേദ്കറൈറ്റ് ആണ്. അദ്ദേഹം ബുദ്ധിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി തീയ എന്ന ജാതിയാണ്. അപ്പോൾ അനിൽകുമാറിനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇന്ന്
ഈ വാക്കിനെ തള്ളി പറഞ്ഞത് ഉപജാതിയാണെന്ന് പറയുന്നത്. അപ്പോ അല്ല, ഒരു പക്ഷേ ഇവര് ദളിത് എന്ന വാക്കിനെ തള്ളി പറയുകയാണെന്നുണ്ടെങ്കിൽ ദളിത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിൽക്കുന്ന വ്യക്തികളെയും തള്ളി പറയണ്ടേ? അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത് അനിൽകുമാർ. നോക്കൂ, രണ്ടാമത് ഇപ്പോ KDPയുടെ പ്രധാനപ്പെട്ട ഒരു സീനിയർ നേതാവ് കഴിഞ്ഞ വർഷം ഞങ്ങളെ വിട്ടുപിരിഞ്ഞ സോമൻ ജി വെമ്പഴശ്ശേരിയാണ്. KDPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം നീണ്ടകാലം. അദ്ദേഹം ദളിത് സമൂഹത്തിനിടയിലെ ഉപജാതികളെന്ന് കരുതപ്പെടുന്ന സംഭവ അല്ലെങ്കിൽ പറയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. എന്നോടൊപ്പം RECയിൽ നിന്ന് KDPയുടെ സ്ഥാപക നേതാവായി വന്ന ഒരാള്, KDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആദ്യകാല സീനിയർ പ്രവർത്തകൻ, ഇപ്പോൾ പ്രസിഡിയം മെമ്പറുമായത് ഈ പറയുന്ന ഉപജാതി വേല സമുദായമാണ്. അതിൽ നിന്നും ഗിരീഷ് കുമാർ കോട്ടയമാണ്. ഒരു 97-98 ആയപ്പോൾ KDPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പിന്നീട് ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ അതിനെ നയിച്ചത് രാമകൃഷ്ണൻ വയനാടാണ്. ആദിവാസി കുറുമ വിഭാഗത്തിൽപ്പെട്ട രാമകൃഷ്ണൻ വയനാടാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 2000-ലൊക്കെ KDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് ഇപ്പോൾ DSMന്റെ ലീഡർഷിപ്പിലുള്ള അഡ്വക്കേറ്റ് PA പ്രസാദാണ്. മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. മണ്ണാൻ. ബിജോയ് ഡേവിഡ് ദളിത് ക്രൈസ്തവനാണ്, KDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ഞാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തുളസീധരൻ പള്ളിക്കൽ മറ്റൊരു KDPയുടെ ലീഡർഷിപ്പ് വന്നു. അപ്പോൾ പുലയ, പറയ, വേല, മണ്ണാൻ, കുറവ, അതേപോലെ ഞങ്ങളെ പെരുമ്പിളിക്കൽ നിന്ന് ഇപ്പം നമ്മുടെ ജ്യോതിഷ് പെരുമ്പിളിക്കൽ, അതേപോലെ അടൂരിൽ നിന്നും സിദ്ധങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള മോഹനൻ അമ്പനാട്, അതേപോലെ ബിനു, ഇങ്ങനെ എല്ലാ ജാതികളിൽ നിന്നും. അപ്പോൾ ദളിത് പ്രസ്ഥാനങ്ങൾ ചെയ്തത് എന്താണ്? വ്യത്യസ്ത ഉപജാതികളിൽ കിടന്ന ദളിത് യുവാക്കളെ ഒരു ഐഡന്റിറ്റിയിലേക്ക് കൊണ്ടുവന്ന് പരിവർത്തിപ്പിക്കുകയും കോമൺ ഐഡന്റിറ്റി നിർമ്മിക്കുകയും ചെയ്തു എന്നതാണ്. ഇപ്പം BSPയുടെ സംസ്ഥാന പ്രസിഡന്റ് KDPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രാദേശിക ഘടകത്തിലൂടെ വന്ന് KDPയുടെ ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ച വ്യക്തിയാണ് നമ്മുടെ ഇപ്പോ BSPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുന്ന ആള്. അല്ല, അപ്പൊ അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആണെങ്കിലും ശരി, നമുക്കിത് വോട്ട് സമാഹരണമാണല്ലോ പ്രധാനം. വോട്ട് അധികാരത്തിലൂടെ വരുമ്പോഴാണ് നമുക്കത് കൈയടക്കത്തിലൂടെ നമുക്ക് പൊതുസമൂഹത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നത്. ആ ഒരു അവസ്ഥ. അപ്പൊ ഈ ദളിത് എന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. കാരണം അങ്ങനെ നിൽക്കുന്നെങ്കിൽ സ്വാഭാവികമായും സംഘപരിവാറിന് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ആവശ്യമാണ് നമ്മളെ ദളിതരാക്കി നിർത്തേണ്ട. അവരാണല്ലോ ചെയ്തത്. അപ്പോൾ ദളിതരാക്കി നിർത്തേണ്ട ആവശ്യം അവർക്കായതുകൊണ്ട് സംഘപരിവാറിനെയും CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ സഹായിക്കുന്ന നിലപാടാണ് എന്നുള്ളതാണ്. നേരെ തിരിച്ചാ പറയാനല്ലേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. സംഘപരിവാറും കമ്മ്യൂണിസ്റ്റുകാരും അംഗീകരിക്കാത്തൊരു വേടാണ് ദളിത്. അപ്പോ ഒരു കാര്യം നോക്കൂ, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ദീനദയാൽ ഉപാധ്യായ RSSന്റെ താത്വിക ആചാര്യൻ, അദ്ദേഹത്തിന്റെ 150-ാം വാർഷികം RSS കഴിഞ്ഞ വർഷങ്ങളിൽ അവർ ആചരിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യയിലെ സംഘപരിവാർ കുടുംബത്തിന് ഏറ്റവും സ്വീകാര്യനായ ഗുരു ഗോൾവാൾക്കർ കഴിഞ്ഞാൽ ആ പരമ്പരയിലെ ഏറ്റവും വലിയ താത്വികാചാര്യനായ ഈ ദീനദയാൽ ഉപാധ്യായയുടെ വാല്യങ്ങളുണ്ട്, 7ഓളം വാല്യങ്ങൾ. ആ വാല്യങ്ങളിലെ 5ാമത്തെ വാല്യം, അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ദളിത് ഉണർവുകൾ കാണുമ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടു പോകുന്നുവെന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ദളിത് കോൺഷ്യസ്നെസ് എന്ന് അദ്ദേഹം പറഞ്ഞത്, ദളിത് ഉണർവുകളെ കാണുമ്പോൾ ഞങ്ങൾ സംഘപരിവാർ ഭയപ്പെടുന്നു എന്ന് വരുമ്പോൾ സംഘപരിവാറിനെ ഭയപ്പെടുത്തുന്ന, ഇന്ത്യ മുഴുവൻ ഇന്ന് അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന തീവ്ര ഹിന്ദുത്വ ശക്തികൾ ഭയപ്പെടുന്ന ഒന്നായി ദളിത് ഉണർവുകൾ, കോൺഷ്യസ്നസ് മാറിയെന്ന് ദീനദയാൽ ഉപാധ്യായ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ അത്രത്തോളം പ്രസക്തമാണ് ഇന്ന് ഇന്ത്യയിൽ ദളിതർ. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം ബഹുജൻ വഞ്ചിത് അഘാഡിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആ ഒരു ദളിത് ഒരു ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ RSS നാഗപ്പൂർ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയ്ഭീം വിളികളുമായിട്ട് അംബേദ്കറൈറ്റുകൾ മാർച്ച് ചെയ്യുന്നത് കഴിഞ്ഞ മാസം. കർണാടകയിലെ ദളിത് സംഘർഷ സമിതി, അതേപോലെ ഗുജറാത്തിലെ ഈ പറയുന്ന ദളിത് പാന്തർ മൂവ്മെന്റ്, ഒരുപക്ഷെ തമിഴ്നാട്ടിൽ, ഇന്നൊരു പക്ഷേ ഇന്ത്യയിൽ ഒരു പക്ഷേ സംഘപരിവാറിനോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു ബോൾഡ് അംബേദ്കറൈറ്റ് പൊളിറ്റീഷ്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന് നമുക്ക് തിരുമാവളവൻ്റെ കാര്യം പറയാവുന്നത്. കൻഷറാം ഒരു പക്ഷേ അംബേദ്കറുടെ ആശയത്തെ പിൻപറ്റി ഒരു ദളിത് അല്ലെ അംബേദ്കറൈറ്റ് പൊളിറ്റീഷ്യന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കഴിവുകളെ പാർലമെന്റിൽ വിനിയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് വേണ്ടത്ര വിജയിക്കാൻ പറ്റില്ല. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ, ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഇന്ത്യൻ പാർലമെന്റിൽ
കൃത്യമായി ദലിത് അജണ്ടകൾ അല്ലെ അംബേദ്കറൈറ്റ് അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സിനെ ഉയർത്തിക്കുവാനോ അല്ലെങ്കിൽ അത്തരം ഒരു കൃത്യമായ രാഷ്ട്രീയ നയം, ഒരു രാഷ്ട്രീയ നിലപാട് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം അതിനെ ഒരു സക്സസിലേക്ക്, യു പി പൊളിറ്റിക്സിലേക്ക് അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയോളമാണ് സത്യത്തിൽ കാൻഷിറാമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിച്ച രാഷ്ട്രീയം പോയത്. പക്ഷേ ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗർജിക്കുന്ന സിംഹം പോലെ ഇന്ന് തിരുമാവളവനുണ്ട്, തോൾ തിരുമാവളവനുണ്ട്. അതുപോലെ ഡോക്ടറേറ്റുള്ള ഡോക്ടർ രവികുമാറുണ്ട്. ഇന്ന് ചന്ദ്രശേഖർ ആസാദ് ഒരുപക്ഷെ ഉത്തരേന്ത്യയുടെ മണ്ണിൽ ബഹുജൻ രാഷ്ട്രീയം അധപ്പതിക്കുകയും BSP ദയനീയമായി പിന്മാറുകയും ഒരു പാർലമെന്റിലെ രംഗം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ബഹുജൻ സമാജ് പാർട്ടി പൊളിറ്റിക്കലി പരാജയപ്പെടുമ്പോഴാണ് ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യൻ പാർലമെന്റിൽ വരുന്നത്. അത് കൃത്യമായിട്ട് അംബേദ്കറിന്റെ ഐഡിയോളജിയിലൂടെ തന്നെയാണ്, ദലിത് മുസ്ലിം ഐക്യത്തിലൂടെ തന്നെയാണ് അദ്ദേഹം വരുന്നത്. അപ്പം ഇത് ഈ പ്രസ്താവന ഇതൊക്കെ പറയുമ്പം സത്യത്തിൽ BSPയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോയ് തോമസ് ഒരു പാന്തറാണ്, ദലിത് പ്രസ്ഥാനത്തിന്റെ പ്രോഡക്റ്റാണ്. അതേപോലെ രമേശ് നന്മണ്ട എന്ന് പറയുന്ന KDPയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് വരികയും അദ്ദേഹം അതിനു മുമ്പ് വേറെ കാര്യം അദ്ദേഹത്തിന്റെ പിതാവ് ഞാൻ ഒന്നിച്ച് പ്രവർത്തിച്ചാണ്. കാരണം ഒരുപക്ഷെ ഞാൻ REC പഠിക്കുമ്പോൾ രമേശിന്റെ അച്ഛൻ കരുണാകരൻ ചേട്ടൻ ഒക്കെ വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തും ദലിത് പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം IDFന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ രമേശ് തന്മണ്ട KDPയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് വരികയും അദ്ദേഹം ഇപ്പോൾ പിന്നീട് KDPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുകയും ആ ഒരു ദലിത് അനുഭവങ്ങളിൽ നിന്നുമാണ് ഇന്ന് ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് രമേശ് തന്മണ്ട. അപ്പം ഈ ദലിത് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് BSPക്ക് നേതാക്കളുണ്ടായത്, ദലിത് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് BSPക്ക് അണികളുണ്ടായത്. അല്ലാതെ കേരളത്തിലെ KPMSൽ നിന്നോ ജാതി സംഘടനകളിൽ നിന്നോ ഒന്നും BSPക്ക് നേതാക്കൾ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും അഥവാ അതിനകത്തൂടെ വന്ന് ഇപ്പൊ BSPക്കാരായെങ്കിൽ ഇന്ന് BSP നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തവും അവരൊക്കെ തന്നെയാണ്. ഇതിന്മേൽ ഞങ്ങൾക്കുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, പിന്നെ ദളിതരാക്കപ്പെട്ട ഒരു അവസ്ഥ ഇനി അതല്ല നമുക്ക് ആവശ്യം. ഇനി ഇതിനെ മറികടക്കാനുള്ള സൊല്യൂഷനാണ്. അപ്പൊ ആ പരിഹാരം എന്ന നിലയിൽ ഡോക്ടർ BR അംബേദ്കറും കാൻഷിറാംജിയും വളരെ കൃത്യമായി പറയുന്നുണ്ട്. കാൻഷിറാംജി ഈ പദം അദ്ദേഹം DS4 എന്ന് പറയുന്ന ദളിത് എന്ന് പ്രത്യക്ഷത്തിൽ പേര് വരുന്ന തരത്തിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ഈ ബഹുജൻ സമാജ് പാർട്ടി എന്ന പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഇത് ഉപേക്ഷിച്ചതിന്റെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട സമൂഹമല്ല, ഒറ്റതിരിഞ്ഞ് നിൽക്കേണ്ട സമൂഹം അല്ല എന്നുള്ളതാണ്. ഇപ്പോ ഈ ന്യായീകരിക്കുന്ന ആളുകൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ദളിത് ആദിവാസികൾ എന്നാണ് പറയുന്നത്. ദളിത് ആദിവാസികൾ. ഇപ്പൊ ദളിതർ എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്ന കുറെ ആളുകൾ, പിന്നെ സെപ്പറേറ്റ് ആദിവാസികൾ. അപ്പൊ ആദിവാസികളെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ദളിത് മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ ആദിവാസികളെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അദ്ദേഹത്തിന് ആദിവാസിയുടെ നിയമ പരിരക്ഷ എന്താണെന്ന് പോലും അറിയത്തില്ല. എന്തുകൊണ്ടാണ് ആദിവാസികളെ സെപ്പറേറ്റഡ് ആയിട്ട് വ്യാഖ്യാനിക്കുന്നതെന്ന് മനസ്സിലാവും. സംഘപരിവാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആദിവാസികളെയും ഈ പറയുന്ന ദലിതുകളെയും, അതായത് SC ST ഈ രണ്ട് സമൂഹങ്ങളെയും രണ്ട് തട്ടിലാക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സംഘപരിവാറിന്റെ ഏറ്റവും ഒടുവിലത്തെ സബാൾട്ടൻ ഹിന്ദുത്വയുടെ ഗൂഢാലോചനയാണ്. ഈ സബാൾട്ടൻ ഹിന്ദുത്വം എന്ന് പറയുന്നത് സംഘപരിവാർ കോടിക്കണക്കിന് പണം മുടക്കി ഈ ദലിത് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് ശക്തിപ്പെട്ട മഹാരാഷ്ട്രയിലും പിന്നീട് ഉത്തരേന്ത്യയിൽ ഉടനീളവും പണം മുടക്കി ദലിത് ലീഡേഴ്സിനെ കറപ്റ്റഡ് ആക്കുകയും അധികാരത്തിലേക്കൊക്കെ വന്ന ദലിത് നേതൃത്വങ്ങളെ വലിയ നിരക്കുള്ള വലിയ കറപ്ഷനിലേക്ക് അവർ കൊണ്ടുപോയി ഏർപ്പെടുത്തുകയും ആ കറപ്ഷന്റെ വലിയ നിലയിലുള്ള ഫയൽ കെട്ടുകൾ CBIയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കയ്യിൽ അടുക്കി വെച്ചിട്ട് സംഘപരിവാറിനെതിരെയുള്ളൊരു പൊളിറ്റിക്സും ഉയർത്താൻ കഴിയാത്ത രീതിയിലുള്ള അഴിമതി കേസുകളിൽ കുടുക്കി വെക്കുകയും പാർട്ടിയുടെ പേരിൽ നിസ്വരായി ബഹുജൻ പൊളിറ്റിക്സിൽ വരികയും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി പണത്തിന്റെ പേരിൽ, സമ്പാദ്യത്തിന്റെ പേരിൽ വ്യക്തിപരമായി കൊടുക്കുന്ന നേതാക്കളായി ഈ ബഹുജൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അഴിമതിക്കാരാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അഴിമതി കൂമ്പാരത്തിന്റെ മുകളിൽ അടയിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ മുൻനിര നേതാക്കളെ സംഘപരിവാർ വിചാരിച്ചാൽ ഏത് സമയത്തും അഴിക്കകത്ത് പോകും എന്നതുകൊണ്ട് സംഘപരിവാറിന് വിയോജിപ്പുള്ള അജണ്ടകളിൽ മൗനം പാലിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു സബാൾട്ടൻ ഹിന്ദുത്വ രാഷ്ട്രീയം ബഹുജൻ പൊളിറ്റിക്സിനെ തടങ്കലിലാക്കി വെച്ചുകൊണ്ട് നടത്തുന്ന നാടകങ്ങൾ. അതിന്റെ ഫലമാണ് ഇന്ത്യൻ പാർലമെന്റിൽ 2019 ഈ പറയുന്ന ഈ EWS, അതായത് സാമ്പത്തിക സംവരണം, സവർണ സംവരണം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അതൊരു ബില്ല് കൊണ്ടുവന്നുകൊണ്ട് ബാബാ സാഹേബ് അംബേദ്കറുടെ ആ ഒരു
സംഭാവനകളെ, സാമുദായിക സംവരണത്തെ വെട്ടിച്ചുരുക്കി സംവരണത്തിന് ഭരണഘടനയ്ക്കെതിരായ സാമ്പത്തിക മാനങ്ങൾ വെച്ച് EWS എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട ഒരു പ്രയോഗം അത് ഇന്ത്യൻ പാർലമെന്റിൽ വന്നപ്പോൾ ബഹുജൻ പൊളിറ്റിക്സിന്റെ പേരിൽ പാർലമെന്റിൽ ഇരുന്നവർ, ആ പാർട്ടിയെ നയിച്ചവർക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നത് മുമ്പേ ഞാൻ പറഞ്ഞ ഈ പറയുന്ന സംഘപരിവാർ ദാസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ബാന്ധവത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിന് വരാത്ത രീതിയിലേക്ക് ഈ പറയുന്ന ബഹുജൻ പൊളിറ്റിക്സിനെ അവർ ഏതാണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അധികാരത്തിൽ ഒരു പക്ഷേ കയറി എന്ന് പറയുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് വളരെ നിയമസഭയിൽ ആരുമില്ലാത്ത, പാർലമെന്റിൽ ആരുമില്ലാത്ത, ഒരു സ്റ്റേറ്റുകളിലും അത്തരം പിന്തുണയില്ലാത്ത, കുറച്ച് പണ്ട് മുതലേ ജാതീയമായി സംഘടിച്ച് നിൽക്കുന്ന, ഉത്തരേന്ത്യയിലെ UP-യിലൊക്കെ ചില വലിയ ജാതികളുണ്ട്. അതേപോലെയുള്ള ചമാർ കൺസോളിഡേഷൻ ഉണ്ട്. അവരൊറ്റക്കെട്ടായി അവരുടെ ഒരു സമുദായ സംഘടന എന്ന നിലയിൽ അവർ നിൽക്കുന്നു. അവരിൽപ്പെട്ടവർക്ക് വോട്ട് കൊടുക്കുന്നു. ആ വോട്ടിന്റെ ശതമാനം ഇങ്ങനെ വലിയ വ്യത്യാസങ്ങളില്ലാതെ നിൽക്കുന്നു എന്നതല്ലാതെ ഒരു കൃത്യമായ അജണ്ടയുള്ള, കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവുള്ള, കൃത്യമായ വിദ്യാഭ്യാസം എന്നിപ്പോഴുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു നയം പറയാൻ ഇന്ന് ഇത്തരത്തിൽ പൊളിറ്റിക്സിന് കഴിയുന്നില്ല. ദളിത് വാക്കിനെ തള്ളിപ്പറയുന്നവർക്ക് ഇന്ത്യൻ ഡെമോക്രസിയെ സംബന്ധിച്ച് പറയേണ്ട പല കാര്യങ്ങളും പറയാൻ അവരുടെ ദേശീയ നേതൃത്വം കഴിയുന്നില്ല, സംസ്ഥാന നേതൃത്വം കഴിയുന്നില്ല. അത്തരം അജണ്ടകൾ ഇല്ലാതെ വരുമ്പോഴാണ് പിന്നെ അകത്തോട്ട് ശത്രുക്കളെ കണ്ടെത്തുകയും അവരെ തിരയുകയും അങ്ങനെ മുഴുവൻ വെടിയുണ്ടകളും സമുദായത്തിനകത്ത് തന്നെ തീർക്കുമ്പോൾ സംഘപരിവാറിന് സന്തോഷിക്കാൻ കഴിയും. അതേ രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് ഈ പ്രയോഗം. ഈ വാക്കുകൾ സത്യത്തിൽ എന്താ പറയുന്നത്, അത് ദലിതരെ വിഘടിപ്പിക്കുകയാണ്, അങ്ങനെയല്ല ചെയ്യുന്നത്, ദലിതരെ ഐക്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആന്ധ്രയിൽ തന്നെ ദലിത് മഹാസഭയുടെ സംസ്ഥാന പദവിയിലിരുന്ന ബോജ തരകമാണ് BSPയുടെ സംസ്ഥാന നേതാവായിട്ട് ആന്ധ്രാപ്രദേശിൽ മാറിയത്. അതിൻ്റെ വളരെ അടുത്ത ആളാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ വളരെ അബദ്ധജടിലങ്ങളാണ്, കേരളത്തിലെ ദലിതർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്താണെങ്കിലും ഈ പറയുന്നതൊന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാനം. ഇത് കുറച്ചുകൂടെ ഇന്ത്യയിലെ വലിയ നിലക്കുള്ള ഒരു ദളിത് വ്യവഹാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും പിൻബലമായിട്ടുള്ള മൂവ്മെൻറ്റുകളുടെ അടിത്തറയിലെ സഭയുടെ ദലിത് ഇന്റലക്ച്വൽസ്, ദലിത് റൈറ്റേഴ്സ് എന്നൊക്കെ പറയും, ദലിത് സാഹിത്യം എന്ന് പറയുന്നത് ഘടകമാണ്. ആ ഘടകങ്ങളുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് ഒരുപക്ഷെ വികസിക്കുക എന്നതാകണം കുറച്ചുകൂടെ പ്രായോഗികതയുള്ള, ഭൗതികമായ ശേഷിയുള്ള ഒരു ബഹുജൻ രാഷ്ട്രീയ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവർ കാണിക്കേണ്ടത് ഇത്തരം മണ്ടത്തരങ്ങളും മടയത്തരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞ് സമുദായത്തിനകത്ത് ഭിന്നതയുണ്ടാക്കി അവരവരെ തന്നെ രൂപപ്പെടുത്തുന്ന പാർട്ടിയുടെ അടിവേരുകളെ തന്നെ വെട്ടിക്കളയുന്ന മണ്ടത്തരമാണ് ഇത്തരത്തിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ടാണ് ബഹുജൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നത്. നമ്മൾ പരിശോധിക്കണം, ഇവരാരും സ്ഥിരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടത്തില്ല. അതാണ് ഒരു പ്രശ്നം. അതാ, ഇവര് സ്ഥിരമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാറില്ല. അപ്പൊ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഈ ദളിത് എന്ന് പറയുന്ന അപകടമാണെന്ന് ഇവർക്ക് അറിയാം. ദളിതരാക്കപ്പെട്ടവർ അങ്ങനെ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയാൽ അപകടമാണെന്ന് അവർക്കറിയാം. ദളിതരാക്കപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ട് ആരും ഇന്നേ വരെ രാഷ്ട്രീയത്തിൽ ശോഭിച്ചിട്ടില്ല. ഇപ്പൊ ബഹുജൻ സമാജ് പാർട്ടി അധികാരത്തിൽ വന്നത് ബഹുജൻ ഒരു കോൺസെപ്റ്റിൽ വന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഷിബു സോറൻ ജാർഖണ്ഡിൽ അധികാരം പിടിച്ചത് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയോടാണ് വന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എവിടെ പരിശോധിച്ചാലും ആ ദളിതരാക്കപ്പെട്ട ആളുകൾ, ഞങ്ങൾക്ക് ദളിതർ എന്ന് പറയേണ്ട ദളിതരാക്കപ്പെട്ട ആളുകൾ അങ്ങനെ കയറി വരുന്ന ആ അർത്ഥത്തിലാണ്. അപ്പോ നമുക്കിത് വേണ്ട എന്നുള്ള അഭിപ്രായം പറയാൻ കാര്യം, ബഹുജൻ എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയ ഇടപെടൽ നേരിട്ട് നടത്തി രാഷ്ട്രീയ അധികാരം കൈക്കലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോ അതിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ മുസ്ലിങ്ങൾ കേരളത്തിലെ ഭൂരിപക്ഷമാണ്. മുസ്ലിങ്ങൾ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹമാണ്. 26% എന്ന് പറയുന്നത് 30% എങ്കിൽ നമുക്ക് 26% കൂട്ടാം. കേരളത്തിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ള ആ സമൂഹം വിചാരിച്ചാൽ അവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരം പിടിക്കാൻ കഴിയത്തില്ല. ദലിത് എന്ന് പറയുന്ന ആളുകള് ഒരു പക്ഷേ ബഹുജൻ എന്ന് പറയുന്ന ആ പേര് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരുമെന്നാണ് പറയുന്നത്. അത് സത്യമുണ്ടോ? നമ്മുടെ പട്ടികജാതി വകുപ്പിന്റെ പേര് മാറ്റി ഉന്നതി എന്നാക്കിയാൽ എല്ലാവരും ഉന്നതി പ്രാപിക്കുമെന്ന് കഴിഞ്ഞ ഒരു മന്ത്രി CPM-ന്റെ തലപ്പത്തിരുന്ന് പറയുകയും അങ്ങനെ പട്ടികജാതി കോളനികൾക്കെല്ലാം, പട്ടികവർഗ കോളനികൾക്കെല്ലാം ഉന്നതി എന്ന് പേര് വെച്ചത് കൊണ്ട് എന്തെങ്കിലും ഉന്നതി ഉണ്ടായോ എന്ന ചോദ്യം പോലെ സർട്ടിഫിക്കറ്റ് മേടിച്ചതുപോലെ ദാരിദ്ര്യം പോയോ എന്ന് പറയുന്നത് ഈ പറയുന്ന പണ്ടത്തെ പായി തന്നെ കിടന്നുറങ്ങുകയും എന്നിട്ട് നമ്മൾ ബഹുജനാണെന്ന് വിളിച്ചു പറയുകയും ചെയ്താലുള്ള അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കേരളത്തിൽ ഏതാണ്ട് ഈ പാർട്ടി വന്നിട്ട് 10-30 വർഷം കഴിഞ്ഞു. ഈ 30-35 വർഷമായിട്ട് കേരളത്തിലെ പ്രബലമായ ഉപജാതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ അണികളായിട്ട് നിർത്തി നേതാക്കളായിട്ട് വാഴിച്ചു എന്നതിനപ്പുറം
കേരളത്തിലെ വ്യത്യസ്ത ദലിത് സമുദായങ്ങളിൽ നിന്നും ഈ പാർട്ടിയുടെ മുൻനിരയിൽ എത്ര പേരെ നിർത്താൻ കഴിഞ്ഞു എന്നെങ്കിലും ഒരു ആത്മപരിശോധന നടത്തണ്ടേ? നമ്പർ 1, തുടക്കം മുതൽ ഉപജാതിയുടെ പേരിൽ സംഘർഷപ്പെട്ടാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെ വന്നില്ല. 2, ദലിത് എന്നുള്ള വാക്ക് വെച്ചാൽ ദലിതരെ വരികയുള്ളൂ, അതുകൊണ്ട് ദലിതരെ ഇഷ്ടം പോലെ വന്നു കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളവരെ കൂടെ കിട്ടണം എന്നതിന് വേണ്ടി ഇതൊന്ന് മാറ്റണമെന്നാണെങ്കിൽ തുടക്കം മുതൽ ബഹുജൻ ആണല്ലോ. എന്നിട്ട് കേരളത്തിലെ എത്ര ഈഴവരാണ് ഈ ബഹുജൻ എന്നുള്ള തലക്കെട്ട് ബോർഡ് കണ്ട് ഇന്ത്യയുടെ അധികാരം കിട്ടി സാമൂഹ്യനീതി നേടിയെടുക്കാൻ പറ്റുന്ന പാർട്ടിയാണ്. ഇത് വലിയ ബൗദ്ധികപരമായ ശേഷിയുള്ള പാർട്ടിയാണ്. ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ്, സോഷ്യൽ എഞ്ചിനീയറിങ് ഈ പാർട്ടിക്കാണ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ട വിവേകം കേരളത്തിൽ ഒരു പക്ഷേ കേരളത്തിലെ ഈഴവർക്കാണല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രബലമായ സിംഗിൾ കമ്മ്യൂണിറ്റിയാണ്. മാത്രമല്ല മായാവതി കേരളത്തിലെ ഒരു പക്ഷേ ദലിതർക്കോ കേരളത്തിലെ ആദിവാസികൾക്കോ അവർ ഭൂസമരം നടത്തുമ്പോൾ പോലും അവർക്കൊരു സംഭാവന കൊടുക്കാതെ മായാവതി ഏതാണ്ട് 10 ലക്ഷം രൂപയോളം UP-യിലെ ഭരണാധികാരിയായിട്ടിരുന്നപ്പോൾ കേരളം സന്ദർശിച്ച് കൊടുത്തത് വർക്കലയിൽ പോയിട്ട് ഈ പറയുന്ന ശബരിയിൽ സംഭാവന കൊടുക്കുക ചെയ്തത് 10 ലക്ഷത്തോളം രൂപ. അത്രയും പൈസ ആദിവാസികൾക്ക് അങ്ങനെ ഒരു സംഭാവന കൊടുത്തായിട്ട് എനിക്കറിയില്ല. കേരളത്തിൽ ഈ പട്ടികജാതിക്കാർക്ക് ആർക്കും കൊടുത്തത്, കാരണം ബഹുജനല്ലാത്തതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും കൊണ്ടു കൊടുത്തത് ശിവഗിരിയിലാണ്. എന്നിട്ട് എത്ര ഈഴവരാണ് അതിൻ്റെ പേര് BSP വന്നില്ല. മറ്റൊന്ന്, പഞ്ചഗുരുക്കന്മാരുടെ ലിസ്റ്റില് BSPയുടെ നാഷണൽ ലീഡർഷിപ്പിലെ ഗുരുപട്ടികയിൽ നാരായണ ഗുരു ഉണ്ട്, അയ്യങ്കാളി ഇല്ല. അപ്പോൾ നാരായണ ഗുരുവിനെ വെച്ചിട്ടും അയ്യങ്കാളി പ്രതിനിധീകരിക്കുന്ന അടിസ്ഥാന വർഗങ്ങളിൽ നിന്നുമാണ് BSPക്ക് ആകെപ്പാടെ എങ്കിലെ വിളിക്കാനും മെമ്പർഷിപ്പും ഒക്കെ ഉള്ള ആൾക്കാരുള്ളത്. ഗുരുവിനെ പഞ്ചഗുരുക്കന്മാരായി ശ്രീനാരായണ ഗുരുവിനെ വെച്ചതിന്റെ പേരിൽ കേരളത്തിൽ ഒരു ഈഴവരും BSPയിൽ ഒരാളുണ്ടായിരുന്നു. നമ്മുടെ പറയാൻ കഴിഞ്ഞ ടൈമില് BSPയുടെ ലീഡർഷിപ്പിൽ അപൂർവമായി 1-2 പേരുണ്ടായിരുന്നു. അല്ലാതെ ആരുമില്ല. ഇനി കേരളത്തിലെ മറ്റു തരം മുസ്ലിങ്ങൾ ഈ സഭയുടെ ബഹുജൻ എന്ന് വെച്ചാൽ പിന്നെ വരേണ്ട കേരളത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര മുസ്ലിങ്ങളെയാണ് ബഹുജൻ സമാജ് പാർട്ടിക്കകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റിയത്? ഒരു സത്യാവസ്ഥ നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ BSPയിലേക്ക് ഒരു മുസ്ലിം ഈഴവ ഒരു പ്രായത്തിൽ കൂടിക്കഴിഞ്ഞാൽ അധികാരം BSP കിട്ടും, ഉറപ്പാണ്. കാരണം അതൊരിക്കലും, പക്ഷെ അവർ ഈ പറയുന്ന വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ബഹുജൻ എന്ന് പറയുമ്പോൾ വലിയ ജനകീയ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗം ആണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോഴും ആരെയും ഉൾക്കൊള്ളാൻ, സ്വന്തം സഹോദരന്മാരെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സങ്കുചിത മൗലിക വീക്ഷണമുള്ളവരാണ് ഈ ബഹുജൻ എന്നുള്ള പ്രയോഗം. അവർക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത വാക്കാണത്. കാരണം അതിന്റെ അർത്ഥം എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ എപ്പോഴേ ഈ പാർട്ടിയുടെ ലീഡർഷിപ്പ് ഏൽപ്പിക്കേണ്ടത് മറ്റു വിഭാഗങ്ങളെ കൂടെ ആയിരുന്നല്ലോ. ഇതിപ്പോ എന്താണ് സംഭവം? പ്രഹ്ലാദൻ സാറിന്റെ കാലത്താണ് ഒരാൾ ഒരു പക്ഷേ BSP തലപ്പത്തുണ്ട്, അദ്ദേഹം ഇട്ടേച്ച് പോയി BSPക്കകത്ത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളായിരുന്നു. ഇപ്പോഴും ഈ ദലിത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഇപ്പൊ ഈഴവർക്ക് അധികാരം കിട്ടണമെന്ന് തന്നെയാണ് പറയുന്നത്. മുസ്ലിം സമൂഹത്തിന് അധികാരം കിട്ടണമെന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ പ്രശ്നമുണ്ട്. ബഹുജൻ സമാജ് പാർട്ടിയുടെ ബഹുജൻ പ്രയോഗം കാൻഷിറാമിന്റെ ഒരു വിവക്ഷയില് അദ്ദേഹം ആകെ വായിച്ചത് ജാതി നിർമൂലനമാണെന്നാണ് പറയുന്നത്. ജാതി നിർമൂലനം വായിക്കുന്നത് കൊണ്ട് മാത്രം ഇന്ത്യയെ അങ്ങനെ പൊളിറ്റിക്കലി കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയുടെ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് സമഗ്രമായി ഇന്ത്യ മനസ്സിലാക്കുകയും അതിനെ സാമ്പത്തികശാസ്ത്രപരമായി, സാമൂഹ്യശാസ്ത്രപരമായി, രാഷ്ട്രമീമാംസാപരമായി, തത്വചിന്താപരമായിട്ടൊക്കെ ഇന്ത്യയെ നോക്കിക്കാണുകയും എന്നിട്ട് ആ ഇന്ത്യയെ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമഗ്രമായ രാഷ്ട്രീയ പദ്ധതി അത് അംബേദ്കർ വെക്കുന്നുണ്ട്. കാരണം ബാബാ സാഹേബിന്റെ ആ രാഷ്ട്രീയ പദ്ധതിയാണ് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ആ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ ആണ്. രണ്ടാമത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ മാനിഫെസ്റ്റോ ആണ്. അതാകട്ടെ സ്വത്വ രാഷ്ട്രീയമല്ല, ജാതി രാഷ്ട്രീയമല്ല, ബഹുജൻ രാഷ്ട്രീയം പോലുമല്ല. പകരം ഇന്ത്യൻ ഡെമോക്രസിക്കകത്ത് എല്ലാ ഇന്ത്യക്കാരെയും ചേർത്ത് നിർത്തുകയും അവരെ ഒരു സോഷ്യോ എക്കണോമിക് ഡെമോക്രസിയിലേക്ക് കൊണ്ടുവരുന്ന വലിയ ബൃഹത്തായ ഒരു ബ്രോഡ് മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ അജണ്ടയാണ് ബാബാ സാഹേബ് അംബേദ്കറുടെ റിപ്പബ്ലിക്കനിസം എന്ന് പറയുന്ന പൊളിറ്റിക്സ്. എന്നാൽ ഈ പൊളിറ്റിക്സിന്റെ ഒന്നും അടുത്ത് നിൽക്കുന്ന തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അഥവാ ഒരു മാനിഫെസ്റ്റോ ഈ ബഹുജൻ പൊളിറ്റിക്സ് പറഞ്ഞ് നടക്കുന്നവർ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നില്ല എന്നോളം. അതില്ല അത്ര ഒരു മാനിഫെസ്റ്റോ. എന്താണ് ഇവരുടെ പ്രശ്നം? ഇവരുടെ ഒരു ലോകവീക്ഷണം എന്താണ്? ഇവരുടെ ഈ ദലിതരെ ബാധിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളുടെ സമീപനം എന്താണ്? ഈ കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ ഷിബു സോറൻ പിന്നെ മുഖ്യമന്ത്രിയായത് ദലിതരുടെയും ആദിവാസികളുടെയും വിഷയത്തിൽ കൃത്യമായ ഒരു ആശയ അടിത്തറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നയപരിപാടിയും
ആ നയത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ബാബാ സാഹേബ് അംബേദ്കർക്ക് വിഭാവന ചെയ്തതുപോലെ ഉടച്ചു വാർക്കുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? അതല്ല, അതൊരു ട്രൈബൽ കൺസോൾട്ടേഷനാണ് അവിടുത്തെ, അത്രേ ഉള്ളൂ. അത് ആർക്കടി സംഭവിച്ചിട്ടുണ്ട്? ജനസംഖ്യാപരമായ ആൾക്കാർ കൂടിച്ചേർന്നുണ്ടാവും സംഭവം. അതല്ല ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിന് എന്ത് വേണം? കുറച്ചുകൂടെ പ്രായോഗികത വേണം. പറയുമ്പോൾ ഞങ്ങളുടെ ജാതിക്കാരായിട്ടുള്ള ആരെങ്കിലും നാളെ ഒരു മുഖ്യമന്ത്രി ആയേക്കും, അല്ലെങ്കിൽ നമ്മുടെ ജാതിപ്പെട്ട ആരെങ്കിലും നാളെ ഒരു MP ആയേക്കും, ഇനി കേരളത്തിൽ ഒരു പക്ഷേ ഒരു ലോകം അവസാനിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു MLA ആയേക്കും എന്ന് പറയുന്നതല്ലല്ലോ. പകരം ഈ പവർ പൊളിറ്റിക്സിനകത്തൂടെ തൽക്കാലം ഒരു മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിക്കാം, അല്ലെങ്കിൽ കുറച്ചു നാൾ ഭരിക്കാം എന്നതല്ല. ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ ജനാധിപത്യപരമായ മാറ്റം കൊണ്ടുവന്നത് ഭരണഘടനാ രചനയിലൂടെയും ഭരണഘടനയോടൊപ്പം ഇന്ത്യയുടെ നിയമമന്ത്രിയായി നെഹ്റുവിന്റെ പാർലമെന്റിനകത്ത്, നെഹ്റുവിന്റെ മിനിസ്ട്രിക്കകത്ത് ഇരുന്നു കൊണ്ടും ബാബാ സാഹേബ് അംബേദ്കറാണ് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ, നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റം സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കിയത് അംബേദ്കറുടെ പാർട്ടിയുടെ പേരിൽ അദ്ദേഹം ഇന്ത്യ ഭരിച്ചുകൊണ്ടല്ല. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം അണികളെ നിർത്തി ജയിച്ച് പാർലമെന്റിൽ വന്നുകൊണ്ടുമല്ല. പകരം അദ്ദേഹം ഒരു സൈദ്ധാന്തികൻ എന്ന നിലയിൽ, ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ, പൊളിറ്റിക്കൽ പ്രാഗ്മാറ്റിക്സ് എന്ന നിലയിൽ ഒരുപക്ഷെ 1940-50കളിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യൻ സമൂഹത്തെ ഉടച്ചു വാർക്കാൻ കഴിയുന്ന പൊളിറ്റിക്കൽ അജണ്ടകൾ വെച്ചുകൊണ്ടാണ്. അതാണ് അദ്ദേഹത്തിന് സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റീസ് എന്ന് പറയുന്ന മോഡൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആധാരമായി വെക്കുന്നു. ഭരണഘടന എഴുതുന്നു, അതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാക്കുന്നു, അതിന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്നു. ആ അംബേദ്കറുടെ ഭരണഘടനയെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദളിതർ ഉയരുന്നത്. അതല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ബഹുജൻ എന്ന് പറഞ്ഞൊരു പാർട്ടി അധികാരത്തിൽ വന്നതും ഇന്ത്യയിൽ മുഴുവൻ ദളിതർ നേടിയ വിദ്യാഭ്യാസപരമായ, സാമൂഹ്യപരമായ മുന്നേറ്റവും തമ്മിലുള്ള ബന്ധം എടുത്തു നോക്കൂ. അത് അംബേദ്കറുടെ പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് അധികാര രാഷ്ട്രീയം മാത്രമല്ല, അധികാരത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ആശയമണ്ഡലവും അതിനേക്കാൾ കുറച്ചുകൂടെ പ്രായോഗികമായി നയ സമീപനങ്ങളിലൂടെ മൊത്തം സമൂഹത്തെ പൊളിറ്റിക്കലി ട്യൂൺ ചെയ്യുന്ന ബൃഹത്തായ ഒരു രാഷ്ട്രീയ വിപ്ലവമാണ്. അത് തൽക്കാലം ഒരാൾ ഉടുപ്പ് തയ്ച്ച് ഒരു അധികാര കസേരയിലേക്ക് കയറി സമുദായത്തിന്റെയും ജാതിയുടെയും പേരിൽ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു നാരോ പൊളിറ്റിക്സിനേക്കാൾ മൊത്തം ഇന്ത്യയെ പരിവർത്തിപ്പിക്കുന്ന ഒരു ബ്രോഡ് പൊളിറ്റിക്സ് ആണ്. ആ ബ്രോഡ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് ഒരുപക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് അംബേദ്കറുടെ ബനിയനുമായി പോകാൻ കഴിയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അംബേദ്കറേറ്റായ, ബുദ്ധിസ്റ്റായ മല്ലികാർജുന ഖാർഗെയ്ക്ക് അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ മകന് ഒരുപക്ഷെ UP-യിൽ RSSനെ നിരോധിക്കണമെന്ന് പറയാൻ UP-യിലെ ബഹുജൻ പൊളിറ്റിക്സിന് കഴിയുന്നില്ല. എന്നാൽ കർണാടകയിൽ നിന്നുകൊണ്ട് സംഘപരിവാറിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് ഇത് നിരോധിക്കണം, പൂട്ടിക്കെട്ടണം എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇന്ന് കർണാടകയിൽ നിന്ന് ഖാർഗെയുടെ മകനാണ്. ഇന്ത്യ അലയൻസ് പോലും രാജ്യത്ത് പൊളിറ്റിക്സിനെ കാലത്തിനനുസരിച്ച് പ്രയോഗിക്കാനും പ്രായോഗികമായിട്ട് അതിനെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ ഈ പറയുന്ന സംഘപരിവാറിന്റെ സമഗ്രാധിപത്യം രാജ്യത്തെ വിഴുങ്ങുമ്പോൾ, ഭരണഘടന അട്ടിമറിക്കുമ്പോൾ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയാണ് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതല്ലാതെ അവിടെ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത, അല്ലേ, കസേരയിൽ എഴുന്നേറ്റാൽ കഥ കഴിക്കുമെന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് MVRന്റെ ഒരു ഫലിതമുണ്ട്. പണ്ട് അദ്ദേഹം എല്ലാവരും ചീത്ത വിളിക്കുന്ന ഒരുത്തനാണ്. അയാൾ ഒരു കസേരയിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പറയും, എന്ന് ഞാൻ ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തറയിൽ നിൽക്കുന്നു അന്ന് നിന്റെയൊക്കെ കഥ കഴിക്കും. പക്ഷെ അദ്ദേഹം ഒരിക്കലും എഴുന്നേറ്റില്ല. എന്താ കാര്യമെന്ന് MVR ചോദിക്കുന്നുണ്ട്. കാര്യം എന്താ? രണ്ടു കാര്യമില്ല, ഒരിക്കലും എഴുന്നേക്കത്തുമില്ല എന്ന് പറയുന്നത് പോലെ ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു രാഷ്ട്രീയമാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദലിത് എന്നുള്ള വാക്കിന്റെ ശരിയായ അർത്ഥം വിഘടിക്കപ്പെട്ടവരെ, ചിതറിപ്പെട്ടവരെന്നൊന്നും അല്ല. അത് ഇന്ന് ദലിത് വാക്കിനെ കുറിച്ച് ഗോപാൽ ഗുരു, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഹെഡായിട്ടിരുന്ന ഡോക്ടർ ഗോപാൽ ഗുരുവിനെ പോലുള്ള സൈദ്ധാന്തികർ, അതേപോലെ റോഡ്രിച്ചിനെ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാർ, വിദേശ സ്കോളർമാരടക്കം അവർ പറയുന്ന ഒരു കാര്യം, ദലിത് എന്ന് പറയുന്ന ഈ വാക്കും ആ വാക്കിനാൽ ഡിനോട്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ ജനത, ദലിത് ജനതയും ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ റിസൈലൻസ്, അതായത് പ്രതിരോധത്തിന്റെ ആൾക്കാരാണ്. കാരണം ഈ 4000 വർഷമൊന്നും ഒരു ജനതയ്ക്ക് പൊരുതി നിൽക്കാനേ പറ്റില്ല. ഒരു 100 കൊല്ലം 200 കൊല്ലം പൊരുതിയിട്ട് നീതി കിട്ടിയില്ല, ആ ജനത അങ്ങ് ചത്തൊടുങ്ങി പോവുക ചെയ്യുക, വംശനാശം വന്ന് പോവുക ചെയ്യുക. പക്ഷെ ചരിത്രത്തിൽ ഇന്നും പൊരുതി നിൽക്കുന്നു എങ്കിൽ ദലിത് എന്ന് പറയുന്ന വാക്ക് അടയാളപ്പെടുത്തുന്നത് തകർക്കപ്പെട്ട ഒന്നല്ല,
തകർക്കാനാകാത്ത ഒരു അൺബ്രേക്കബിൾ ഐഡന്റിറ്റിയാണ്. അതുകൊണ്ട് ദലിത് എന്ന വാക്കിന്റെ ശരിയായ ആ, സാഹിത്യപരവും പ്രയോഗപരവും വിപ്ലവപരവുമായ അർത്ഥം അത് ആ വാക്ക് പ്രചരിപ്പിച്ചൊരു പ്രസ്ഥാനം എന്ന ദലിത് പാന്ത പ്രസ്ഥാനത്തിനാണ് അത് വ്യാഖ്യാനിക്കാൻ കഴിയുക. ആ നിലയ്ക്ക് KDPയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ അംബേദ്കറൈറ്റ് ദലിത് പാന്ത പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ പഠിച്ചതും പ്രചരിപ്പിക്കുന്നതും അതൊരു അൺബ്രേക്കബിൾ ഐഡന്റിറ്റി എന്നാണ്. തകർക്കാൻ കഴിയാത്ത, വിഘടിപ്പിക്കാൻ കഴിയാത്ത ഒരുമയുടെ, കൂട്ടായ്മയുടെ, ഐക്യത്തിന്റെ, ശക്തിയുടെ പ്രതീകമാണ് ദലിത് എന്ന് പറയുന്ന വാക്ക്. നേരെ മറിച്ച് ബഹുജൻ എന്ന് പറയുന്നത് ആർക്കും ഇമോഷണലി ഫീൽ ചെയ്യുന്ന ഒരു വാക്കല്ല. ഇപ്പൊ ഇവിടെ ബഹുജൻ എന്ന് പറയുന്ന ഒരാൾ കുറച്ച് ബഹുജൻ ആൾക്കാരെ തല്ലി, അത് കേട്ടിട്ട് ആരും വരികയില്ല. നേരെ മറിച്ച് മഹാരാഷ്ട്രയിൽ ഒരു ദളിത് അട്രോസിറ്റി ഉണ്ടായാൽ നമ്മൾ കേരളത്തിൽ പ്രകടനം നടത്തും. ദളിത് ബന്ദ് നടത്തിയിട്ട് അവിടെ ദളിതരെ ഉത്തരേന്ത്യയിൽ വെടിവെച്ച് കൊന്നപ്പോൾ കേരളത്തിൽ ഹർത്താൽ ആചരിച്ചു. അത് അപ്പൊ ദലിത് എന്ന വാക്ക് ഇമോഷണലി ഞങ്ങൾ എന്ന നിലയിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ സ്വാംശീകരിച്ചൊരു വാക്കാണ്. അതിനൊരു വികാരമുണ്ട്, അതിനൊരു ഐക്യമുണ്ട്. നേരെ മറിച്ച് ബഹുജൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ആരാണത്? അല്ല, ബഹുജൻ എന്ന് പറയുന്ന പേര് ഉൾക്കൊണ്ടാൽ ഈ ദലിതരുടെ സാമൂഹിക അവസ്ഥ പരിഹരിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അത് സത്യത്തിൽ സർവജൻ എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ബഹുജൻ എന്ന് പറയുകയും പിന്നീട് സർവജൻ എന്ന് പറഞ്ഞു എല്ലാ ജനങ്ങളും. എന്നാ പിന്നെ ബഹുജൻ പറയുന്നതിൽ ഉപേക്ഷിക്കണ്ടേ? സർവജൻ പറഞ്ഞ സ്ഥിതിക്ക് സർവജൻ സമാജ് പാർട്ടി എന്നത് മാറ്റണ്ടേ? അത് വന്നില്ലല്ലോ. ബഹുജൻ പറഞ്ഞു. ബഹുജൻ പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ബഹുജനങ്ങൾ വന്നു. BSP തുടക്കത്തിൽ പിന്നെ UP യാദവരുമായി ചേർന്ന്, മുലായം സിംഗ് യാദവുമായി ചേർന്നാണ് ഒരിക്കൽ BSP അധികാരത്തിൽ വന്നത്. പിന്നീട് BSP ഉണ്ടാക്കിയ സിദ്ധാന്തം OBCകളെ വിശ്വസിക്കാൻ പറ്റത്തില്ല, യാദവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല, പകരം ബ്രാഹ്മണ ദളിത് ബായി ബായി എന്നാണ്. അങ്ങനെ ബ്രാഹ്മണ ദളിത് സഖ്യം ഉണ്ടാക്കിയിട്ട് സതീഷ് ചന്ദ്ര മിശ്ര, പുഷ്യമിത്ര ശുംഭൻ ബുദ്ധമതത്തെ ഇല്ലാതാക്കി. ബ്രാഹ്മണനാണ്, ബുദ്ധമതത്തിൽ നുഴഞ്ഞു കയറി അവസാനം ബൃഹദ്രഥൻ എന്ന് പറയുന്ന ബുദ്ധമത രാജാവിന്റെ കഴുത്ത് വെട്ടിയിട്ടാണ് ബ്രാഹ്മണാധിപത്യം തിരിച്ചു വരുന്നത്. ബാബാ സാഹേബ് അംബേദ്കർ റവല്യൂഷൻ, കൗണ്ടർ റവല്യൂഷൻ, ആൻഷ്യന്റ് ഇന്ത്യ, പൗരാണിക ഇന്ത്യയിലെ വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന് പറയുന്ന ഈ കൃതിയിലൂടെ നമ്മളോട് പറയുന്നത് വീണ്ടും പുഷ്യമിത്ര സിംഹന്മാർ നിങ്ങളുടെ വിപ്ലവത്തിലേക്ക് ഇരച്ചു കയറാനും വീണ്ടും ഈ രാഷ്ട്രീയത്തെ കൊല്ലാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുഷ്യമിത്ര സിംഹന്മാരെ പുറത്തു നിർത്തണം എന്നാണ്. പക്ഷേ UP എന്താ സംഭവിച്ചത്? ഒരു ദളിതരെയും കിട്ടിയില്ല. അതിന്റെ നേതൃസ്ഥാനത്തേക്ക് പുണൂൽധാരിയായ പുഷ്യമിത്ര സിംഹന്മാർ കയറി വന്നു. അവർ ഇന്ന് പാർട്ടിയുടെ മുകളിലിരിക്കുന്നു. പാർട്ടി ജനങ്ങളിൽ നിന്ന് പോയി, പാർലമെന്റിൽ നിന്ന് പോയി, നിയമസഭയിൽ നിന്ന് പോയി. ഇപ്പോ പണ്ട് അധികാരത്തിലിരുന്നപ്പോൾ സ്ഥാപിച്ച കുറെ ജീവനില്ലാത്ത പ്രതിമകളാണ് പാർട്ടി. അത് ഈ ദുരന്തം ഉണ്ടായത് ഇത്തരത്തിലുള്ള ഈ ബൗദ്ധികമായ പാപ്പരത്വം കൊണ്ടാണ്. പാർട്ടിയിൽ ഇന്ന് കളക്റ്റീവ് ലീഡർഷിപ്പ് ഇല്ല, രണ്ടാം തരം നേതൃത്വങ്ങളില്ല, രണ്ടാം നിരയില്ല, മൂന്നാം നിരയില്ല, ആഭ്യന്തര ജനാധിപത്യമില്ല, കൂട്ടായ ചർച്ചകളില്ല. ഏകാധിപത്യപരമായ ഒരു പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന അജണ്ടകളിൽ നിന്നു കൊടുക്കുക എന്ന നിലയിലേക്ക് ഇത് ചുരുങ്ങുന്നു. അതുകൊണ്ട് സത്യത്തിൽ ഇവർ ബേസ്മെന്റ് ഇല്ലാതെ ഇവർ മേൽക്കൂര പണിയുന്നതിന് തുല്യമാണ് ബഹുജൻ. തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. കൻഷറാം എന്ന് പറയുന്ന മനുഷ്യനോട് നമുക്ക് ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ ഈ പറയുന്ന അംബേദ്കറുടെ ബൃഹത്തായ ആ ഒരു പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ യാതൊരു നിർമൂലനത്താൽ സ്വാധീനിക്കപ്പെട്ടതാണ്. സവർണർക്ക് വേണ്ടി അംബേദ്കർ എഴുതിയൊരു കൃതിയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ സ്വാധീനത്തിൽ അദ്ദേഹം രൂപം കൊടുത്തൊരു പാർട്ടിയാണ്. പക്ഷേ ആ പാർട്ടിക്ക് സംഭവിച്ച പിഴയെന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരിക്കലും ബാബാ സാഹേബ് അംബേദ്കറുടെ ഇംഗ്ലീഷിലെ 5ാം വാല്യം, മലയാളത്തിലെ 10ാം വാല്യം, അതിൽ അവസാനത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, എ വാണിംഗ് ടു ദി അൺടച്ചബിൾ, സൈത്തക്കാർക്കൊരു മുന്നറിയിപ്പ്. ആ ചാപ്റ്ററിൽ വളരെ വ്യക്തമായി അംബേദ്കർ എഴുതുന്നത് അധികാരം ഒരിക്കലും ശത്രുവിനെ ആശ്രയിച്ചുകൊണ്ട്, നമ്മളെ അടിച്ചമർത്തുന്ന മുഖ്യ ശത്രുവിനെ ആശ്രയിച്ചുകൊണ്ട് അധികാരം കൈയാളാൻ ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾ അധികാരം കൈയാളാൻ ശ്രമിച്ചാൽ ആ അധികാരം ഒരിക്കലും നിങ്ങളിൽ വാഴുകയില്ല എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അയിത്തക്കാർക്കൊരു മുന്നറിയിപ്പ്, വാണിംഗ് ടു ദി അൺടച്ചബിൾസ്, വാല്യം 10 മലയാളം. എന്താ സംഭവിച്ചത്? ഇന്ത്യയിലെ ദളിതരെ ഇല്ലാതാക്കാനും അംബേദ്കറിസത്തെ കുഴിച്ചുമൂടാനും ഇന്ത്യയിലെ മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യാനും അങ്ങനെ മനുസ്മൃതിയുടെ ഭരണം ഇന്ത്യ നടപ്പിലാക്കാനും ആഗ്രഹിക്കുന്ന RSSന്റെ രാഷ്ട്രീയ പദ്ധതിയായിരുന്നു BJP. ആ BJPയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ ആലിംഗനം ചെയ്തുകൊണ്ട് അധികാരം കൈയാളുക എന്ന് പറയുന്ന ഒരുതരം ഏറ്റവും വില കുറഞ്ഞ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ശരീരത്തിന് മേൽ ദലിതരുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളുടെ നെഞ്ചിനെ ചേർത്ത് വെച്ച അവിശുദ്ധമായ ആ ഒരു ബാന്ധവത്തിന്റെ ബാക്കി പത്രമെന്നാണ് UP ഈ ജാര അധികാരം സത്യത്തിൽ വന്നത്. ആ അധികാര ജാരതയ്ക്ക്
ഇന്ന് സമൂഹം കൊടുക്കേണ്ടി വന്ന വില എന്താണ്? EWSന്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. മാത്രമല്ല ഫലത്തിൽ ആ പാർട്ടി തന്നെ ഇന്ന് ചരിത്രത്തിലൊന്നുമല്ല അപ്രസക്തമായി മാറി. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞെടുത്തു എന്ന് പാർലമെന്റിൽ പോലും നേരെ നിൽക്കാൻ ആരും ഇല്ലാത്ത രീതിയിലേക്ക് പാർട്ടി പിന്നോട്ടം വാങ്ങി ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ സംഘപരിവാറിന്റെ തോളിൽ കൈയിട്ട് ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്ര പദ്ധതിയുടെ ഏജന്റായി സമുദായത്തെയും ഈ പറയുന്ന ഇന്ത്യയിലെ ബഹുജൻ സമൂഹത്തെയും ബ്രാഹ്മണിക്കൽ പൊളിറ്റിക്സിന്റെ കാൽക്കീഴിൽ കൊണ്ട് പണയം വെച്ച് കിട്ടിയ അധികാരത്തെ ഉപയോഗപ്പെടുത്തിയ നിലയിൽ ഇന്ത്യയിലെ അംബേദ്കറേറ്റ് പൊളിറ്റിക്സിനെ ഇങ്ങനെ പണയം വെക്കുകയാണ്. അതിനെ സംഘപരിവാറിന്റെ കാൽക്കീഴിൽ കൊണ്ട് അടിയറ വെക്കുകയാണ് യഥാർത്ഥത്തിൽ UPയിൽ മഹാനായ കാൻഷ്റാമിന്റെ അന്ത്യത്തോടെ സംഭവിക്കുന്നത്. ആ ദുരന്തത്തിൽ നിന്നും ആ പാർട്ടിക്ക് കരകയറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കുറെ അധികാര ഭിക്ഷാന്തേഹികളുടെ ഒരു പ്രശ്നം എന്ന നിലയിൽ അതിന്റെ പ്രശ്നമുണ്ട്. അത് തിരുത്തേണ്ടതുണ്ട്. ബഹുജൻ ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം ഭരണഘടനയെ രക്ഷിക്കുന്നതോടൊപ്പം കാൻഷ്റാമിന്റെ പ്രസ്ഥാനത്തെയും ഈ അബദ്ധജടിലമായ സംഗതികളിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് സത്യത്തിൽ ഇന്ത്യയിൽ വിവേകമുള്ള ദളിതർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അധികാരം പിടിക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ ഭൂരിപക്ഷമാണ് അധികാരം പിടിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി എന്നുള്ള പേരിൽ മാത്രം മുസ്ലിം ലീഗ് നിൽക്കുന്നെങ്കിലും അത് ഒരു ജനാധിപത്യ പാർട്ടി സംവിധാനത്തിലാണ് അത് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ എല്ലാ ആളുകളെയും ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ അധികാരം കൈയാളാൻ സാധിക്കുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുകയും അത്തരം പ്രവർത്തികൾ ഏർപ്പെടുത്തുന്ന അവർ വളരുന്നത്. എന്ന് പറയുന്നത് പോലെ ദളിതരാക്കപ്പെട്ട ആളുകൾ പ്രത്യേകം നിന്നാൽ ഒരിക്കലും രാഷ്ട്രീയ അധികാരത്തിൽ വരത്തില്ല. അവർ ആ വേർതിരിക്കപ്പെട്ടവരുടെ വോട്ടുകളും വേർതിരിക്കപ്പെടണം, രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണം. പക്ഷെ ആ വേർതിരിക്കപ്പെടുന്ന ഭൂരിപക്ഷം എന്ന നിലയിൽ വേർതിരിക്കപ്പെടണമെന്നാണ്. ആ ഭൂരിപക്ഷം എന്ന നിലയിൽ വേർതിരിക്കപ്പെടണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലാതെ അവർ സാംസ്കാരികമായി ഇങ്ങനെ മാറി നിൽക്കണം. ഇപ്പൊ യഥാർത്ഥത്തിൽ സാംസ്കാരികമായും രാഷ്ട്രീയമായും ഒരേപോലെ മാറി നിൽക്കുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്താൻ തീരെ സാധ്യത കുറവാണ്. അങ്ങനെ രണ്ട് കാരണം മതം ഇവിടെ മതത്തിന് കീഴ്പ്പെടുന്ന മാനസികാവസ്ഥയാണ് ദളിതർ. കാരണം ചിതറിപ്പോയ ആളുകൾ ഈ മതത്തിനൊപ്പം നിന്നേ പറ്റത്തുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഇവർക്ക് എപ്പോഴും പറയാൻ കഴിയുന്നതെന്നാണ് കീഴാള സാഹിത്യം അല്ലെങ്കിൽ ദളിത് സാഹിത്യം, ദളിത് ആക്ടിവിസ്റ്റ്, പിന്നെ കീഴാള മുന്നേറ്റം, കീഴാള പരിപ്രേക്ഷ്യം, ഇതൊക്കെ ഈ പാവപ്പെട്ട ആളുകളെ ഞങ്ങൾ വലിയ ബുദ്ധിജീവികളാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില വാക്കുകളാണ്. നമ്മളെ സാധാരണപ്പെട്ട ആൾക്ക് മനസ്സിലാകണ്ടേ, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ടേ. നമ്മൾ ഈ ബുദ്ധിജീവി ചാടകൾ കാണിച്ചാൽ ഈ സാധാരണപ്പെട്ട ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. ആ സാധാരണപ്പെട്ട ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തത് കൊണ്ട് രാഷ്ട്രീയ പരാജയം സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കീഴാള പരിപ്രേക്ഷ്യവും ഈ കീഴാള സാഹിത്യവും ഒക്കെ പറയുന്നത് അത് കീഴാള ബോധം കൊണ്ടാണ് അങ്ങനെ നമ്മൾ ഞാൻ കീഴാളനാണെന്നുള്ള ബോധം കൊണ്ടാണ്. സത്യത്തിൽ അത് അങ്ങനെയാണോ? അതായത് ഇവരെ അത് പറയിപ്പിക്കുന്നത് ഈ ഉള്ളിൽ ഈ ഉപജാതി കിടക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ കീഴാളനാണെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണോ ഈ ദളിതെന്ന് പറയുന്നത്? അല്ല, അതിപ്പോ ഇതൊരു ഹിന്ദു ആഖ്യാനമാണ്. ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം നമ്മളോട് പറയുന്നത് നിങ്ങളിങ്ങനെ വേറിട്ട സ്വത്വങ്ങളൊന്നും പറയണ്ട, നമ്മളെല്ലാവരും ഒന്നല്ലേ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഈ പറയുന്നത്. നമ്മളെ ഹിന്ദുക്കളെല്ലാവരും ഒന്നാണ്. ഇന്ത്യൻ ദേശീയത, ഭാരതാംബ. അതുകൊണ്ട് ഇങ്ങനെ വേറിട്ട് പോകാതെ ഒന്നായിട്ട് നിൽക്കുക ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതാണ്. അപ്പൊ അതൊരു ഈ സംഘപരിവാർ പറയുന്ന ആ ഒരു സ്വത്വങ്ങളെ മറക്കുക, എന്നിട്ട് വിശാലമായ ഹിന്ദു സ്വത്വം, വിശാല ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹൈന്ദവൻ എന്നൊക്കെ പറയുന്നത് പോലെ അതിനോട് സാമ്യമുള്ളൊരു പറച്ചിലാണ്. ഇനി ഇങ്ങനെ പറയുന്നത് കൊണ്ടും ഒരു പക്ഷേ കീഴാളൻ എന്ന് പറയുന്നത് കൊണ്ട് ആള് കൂടുകയില്ല. കാരണം മോശപ്പെട്ട അർത്ഥമാണ്. കീഴാളൻ എന്നാരും പ്രയോഗിക്കാറുമില്ല. അതൊക്കെ ഏതോ വളരെ വളച്ചൊടിച്ച കേരളത്തിലെ ഏതെങ്കിലും ദളിത് പ്രസ്ഥാനം പറയുന്ന ഒരു വാക്കല്ലത്. സബാൾട്ടേൺ എന്ന് പറയുന്ന ഒരു സാഹിത്യമുണ്ട്. അത് ലോകത്തെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങളുടെ, മർദ്ദിതരാക്കപ്പെട്ട സമൂഹങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള പ്രയോഗമാണ് ഇംഗ്ലീഷ് സബാൾട്ടേൺ എന്ന് പറയുന്നത്. ഈ സബാൾട്ടേൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് മലയാള ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. അങ്ങനെ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ആരോ കൊടുത്തു പോയൊരു പ്രയോഗമാണ് കീഴാള. അപ്പം യഥാർത്ഥ പക്ഷെ അംബേദ്കറൈറ്റ്സുകളായ എഴുത്തുകാർ കീഴാള പ്രയോഗം നടത്താറില്ല. മുകളിലും ആരുമില്ല, കീഴിലും ആരുമില്ല, മനുഷ്യർ തന്നെയുള്ളൂ. അപ്പം സബാൾട്ടേൺ നമ്മൾ അംഗീകരിക്കുന്നു, ആ വാക്കിന്റെ അർത്ഥം വേറെയാണ്. പക്ഷെ സബാൾട്ടേൺ എന്നതിന്റെ ഭാഷാപരമായ നിവർത്തനം ആരോ കേരളത്തിൽ കൊടുത്തുപോയി. ഉദാഹരണം, അൺടച്ചബിൾസ് എന്നുള്ളതിന്റെ യഥാർത്ഥ മലയാളം തൊട്ടുകൂടാത്തവർ എന്നാണ്. ഓക്കെ, പക്ഷേ മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തത് വിഘടിത മനുഷ്യരെന്നാണ്. സ്വയം ഒടിഞ്ഞു പോയതാണ്, ഒടിച്ചു എന്നുള്ളതങ്ങ് മാറി. അപ്പൊ എന്താണെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഇനി പോട്ടെ, വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചാലും കീഴാള പ്രയോഗം ആൾക്കാരെ അടുപ്പിക്കത്തില്ല, അധികാരികളാകാൻ പറ്റില്ല. ദളിത് പ്രയോഗം അധികാരം.
അപ്പൊ ദളിത് പ്രസ്ഥാനങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റിയില്ല, കാരണം ആ വാക്കുള്ളത് കൊണ്ടാണെന്ന് വെച്ചോളൂ. കീഴാളൻ എന്ന് പറയുന്ന ആ ദളിത് ബുദ്ധിജീവികൾക്ക് എഴുത്തുകാർക്കൊന്നും MLA-മാരാകാനും MP-മാരാകാനോ കേരളത്തിൽ പറ്റിയില്ല, കാരണം അവർ ദളിത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈ ബഹുജൻ എന്ന് പറഞ്ഞവരെന്താ MP-മാരാകാൻ കേരളത്തിൽ? 144 മണ്ഡലം ഉണ്ടല്ലോ. ഒരു മണ്ഡലത്തിൽ പോലും ഈ 35 വർഷമായിട്ട് ബഹുജൻ എന്ന് പറഞ്ഞിട്ട് ആ വാക്കിന് അത്രയും വ്യാപ്തി ഉണ്ടെങ്കിൽ, അതാണ് ശരിയായ വാക്കെങ്കിൽ, അത് കേട്ട് ആൾക്കാർ തടിച്ചു കൂടുമായിരുന്നുവെങ്കിൽ എന്താണ് പറ്റാഞ്ഞത്? ഇന്ന് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കണമെങ്കിൽ ഇനി എത്ര കാലം വേണം? എന്നാൽ 1992-93 കേരളത്തില് സുഗന്ധി എന്ന് പറയുന്ന ഒരു സഹോദരിയെ ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ച ഒരു പ്രസ്ഥാനമാണ് KDP. അപ്പോഴും KDP പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോ കേരളത്തിലെ അവസ്ഥ എന്താ? അപ്പൊ ഈ പറഞ്ഞത് തന്നെ, ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നവർ തന്നെ അവർ പറയുന്ന ആരോപണങ്ങൾക്ക് എതിരായി നിൽക്കുകയാണ്. അവർ തന്നെ പറയുന്നത് അവർക്കെതിരാണ്. വേറൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് തിരുവനന്തപുരത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പില് DHRM, അതായത് ദളിതെന്ന് പറയുന്ന ഒറ്റ കോൺസെപ്റ്റ് വന്ന തത്വം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു 10,000 വോട്ട് ഒരു സമയത്ത് പിടിച്ചത്. അതുകൊണ്ട് ദളിത് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. ആ പ്രസ്ഥാനങ്ങളെ പിണക്കുകയോ ആ പ്രസ്ഥാനങ്ങളെ തള്ളിപ്പറയുകയോ ഒന്നും ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങളിലും അറിയാവുന്ന ഒരു നല്ല BSP-കാരൻ ചെയ്യത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ശരിയായ BSP നേതൃത്വം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി, രാഷ്ട്രീയമായ പക്വത. ഈ രാഷ്ട്രീയ പക്വതയൊക്കെ വരുന്നത് കൃത്യമായ വിദ്യാഭ്യാസത്തിലൂടെയും കൃത്യമായ മെന്റർഷിപ്പിലൂടെയൊക്കെ വളർന്നു വരുന്നവരാണ്. കൻഷറാമിന്റെ ഒരു പൊളിറ്റിക്സിനകത്ത് ഒരു പക്ഷേ അത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാബാ സാഹേബ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതികളൊക്കെയാണ് പിന്നീട് എന്തൊക്കെയോ പല കാരണങ്ങളാൽ തകർന്നു പോകുന്നത്. പക്ഷെ കൃത്യമായ സീനിയോറിറ്റിയുള്ള അംബേദ്കറൈറ്റ്സുകളുടെ ഒക്കെ ലീഡർഷിപ്പിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുകയും ഒരു നേതൃത്വം നിർമ്മിക്കപ്പെടുകയും പരിശീലനങ്ങളിലൂടെ ഒക്കെ വരുന്ന ഒരു ലീഡർഷിപ്പ് ഇവിടെ ആവശ്യമാണ്. അതിൻ്റെ അഭാവത്തിൽ വഴിയെ പോകുന്നവരൊക്കെയും ഈ പാർട്ടിയുടെ വക്താക്കളാവുകയോ പാർട്ടിയിൽ അടിസ്ഥാനപരമായ മെമ്പർഷിപ്പോ അതിൻ്റെ ഘടകങ്ങളിൽ പോലും നിൽക്കാൻ കഴിയാത്ത രീതിയിൽ പാർട്ടിയിൽ തന്നെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആൾക്കാർ പാർട്ടിയെ വെറുക്കാനിടയാക്കുന്ന രീതിയിലുള്ള ഒരുതരം മാലിന്യമാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളോട് സംഭവിക്കുന്നത്. അത് ബഹുജൻ സമാജ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഇത്തരത്തിൽ BSP-യുടെ പേരിൽ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങളെയും തെറ്റായ പ്രചരണങ്ങളെയും പരിശോധിക്കണമെന്നതാണ് കാര്യത്തിൽ എനിക്ക് അവരോട് പറയാനുള്ളത്. അങ്ങനെ പറയുന്നത്. അപ്പൊ ആ അവസ്ഥ നമ്മൾ മറികടക്കാൻ വേണ്ടിയാണ് ബഹുജൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് സ്വീകരിക്കാൻ കഴിയാതെ വരുന്നത്? ബഹുജൻ കോൺസെപ്റ്റ് സ്വീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ചിതറിപ്പോയവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് അതല്ല ആവശ്യം. നമ്മൾ ഈ അവസ്ഥയെ മറികടക്കണം, രാഷ്ട്രീയമായി മറികടക്കണമെന്നുണ്ടെങ്കിൽ ദളിത് മാനസികാവസ്ഥയിൽ നിന്ന് മാറിയെടുക്കും. ദളിത് എന്ന് പറയുന്നത് നിലനിർത്തുന്നത് അവരുടെ ആവശ്യമാണ്. അവരുടെ ആവശ്യം നമ്മളെ എങ്ങനെ നിലനിർത്തുന്നത്? നമ്മുടെ ആവശ്യമല്ല. പിന്നെ ഇതിന്മേൽ ഈ ദളിത് അവസ്ഥ മറികടക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോ ചില ചങ്കരന്മാർ, ഞങ്ങൾ അവരോടൊക്കെ പറഞ്ഞു ഈ ചങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്ന അവസ്ഥ, ഇവരൊക്കെ ചങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇരിക്കുകയാണ്. അപ്പം അവരൊക്കെ പറയുന്നത് ഇതിന്മേൽ അഭിപ്രായമല്ല പറയുന്നത്, ഈ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള കുറിപ്പുകളാണ്. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ഇവരെ കുറിച്ചൊരു ധാരണ ഇവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ പറയുന്നത് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത് ഞങ്ങളൊക്കെ അബദ്ധം പറ്റിപ്പോയി, അങ്ങനെ നിങ്ങൾ കൈ അയഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു, അബദ്ധം പറ്റിപ്പോയതാണ്. കാരണം ഈ എഴുത്തുകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഉപജാതി കറ്റ്, ഉപജാതി കുശുമ്പ് ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ ജാതിക്രമത്തിൽ നിങ്ങൾ മാറി ചിന്തിക്കണം എന്നുള്ളതാണ്. ഇത്തരം എഴുത്തുകൾ അതിന്മേൽ അഭിപ്രായം പറയാതെ വ്യക്തിപരമായി പറയുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിന്നവർ മനസ്സിലാക്കി, അതായത് നിന്നെ നേരിട്ട് വിളിച്ചാൽ വേണം എന്റെ വോയിസുകളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾ അത്ര കാരണം ഇതാണ് ഉപജാതി കറ്റാണ്. ഉപജാതി കറ്റ്, ഉപജാതി ബോധം അതിലങ്ങ് ആറാടുകയാണ്, ഉപജാതിയിലങ്ങ് ആറാടുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ അങ്ങനെ പരാമർശിക്കേണ്ടി വരുന്നത്. അപ്പൊ അത്തരം ആളുകളെയൊക്കെ ഞങ്ങൾ ആരെയിലാണ്, ഞങ്ങൾക്ക് ആ ഉപജാതി കോൺസെപ്റ്റിൽ, നിങ്ങൾ നിൽക്കുന്ന ഉപജാതി കോൺസെപ്റ്റിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾ എഴുതിയതുപോലെ ഞങ്ങൾക്ക് എഴുതാൻ. കാരണം ഇത്രയും വർഷം, 30 വർഷത്തെ 35 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്ന ആളുകൾ ഇന്നും പെരയ്ക്കകത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അത്തരം ആളുകൾ ഇങ്ങനെയൊക്കെ എഴുതി വിടുമ്പോ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്, ദളിത് മാനസികാവസ്ഥയിൽ നിങ്ങൾ പുറത്തു വരണം. അത് നാണക്കേടാണ്, നമുക്ക് ആവശ്യമില്ല. അത് സംഘപരിവാറിന്റെ കീഴാളന്മാരായിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബഹുജൻ കോൺസെപ്റ്റിൽ തന്നെ നിൽക്കണം. ഈ പറയുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയമായും സ്പിരിച്വലായും ഒക്കെ ഞങ്ങൾ ബുദ്ധമതം സ്വീകരിച്ച ആളുകളാണ് പറയുന്നത്. രാഷ്ട്രീയമായും സ്പിരിച്വലായും സ്വീകരിച്ചാൽ ബുദ്ധമതം എന്താണ് പറയുന്നത്? ഇക്വാലിറ്റിയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ദളിത് എന്ന് പറഞ്ഞ് നടക്കുന്നത്? നിങ്ങൾ ബുദ്ധനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ദളിതം പറയേണ്ട കാര്യമില്ലല്ലോ, അത് പറയേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ എപ്പോഴും ഇത്തരക്കാർ പറയുന്നത് എപ്പോഴും ജയ്ഭീമാണ് പറയുന്നത്, ഭരണഘടനയാണ് പറയുന്നത്, അംബേദ്കറെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇക്വാലിറ്റിയാണ് അംബേദ്കർ പറയുന്നത്, ഭരണഘടന മുന്നോട്ട് വെക്കുന്നതും ഇക്വാലിറ്റിയാണ്, തുല്യത. ആ തുല്യതയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ദളിതാന്ന് പറയണം?
അങ്ങനെയാണെങ്കിൽ ജെ.ബി.യും മാത്രം പറഞ്ഞാൽ മതി, ഈ ദളിതൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞങ്ങൾ ഈ മതത്തിലെ ഹിന്ദു മതത്തിനെ സഹായിക്കുന്ന നിലയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹിന്ദു മതത്തിലെ വിവേചനത്തെ സഹായിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ ഞങ്ങൾ ദളിതരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മതത്തിലെ ഈ എന്തുവാ ഹിന്ദു മതത്തിലെ ഇന്നിക്വാലിറ്റിയെ, ആ ഡിസ്ക്രിമിനേഷനെ, ആ വിവേചനത്തെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ നിങ്ങളെ മതിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും എന്നുള്ള തോന്നൽ. അതുകൊണ്ട് ആ ദളിത് മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ജെ.ബി. അതിപ്പോ 2-3 തവണ ആവർത്തിച്ച് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രധാനമായിട്ട് ലാസ്റ്റ് പറയുന്നത് ബുദ്ധിസം സ്വീകരിച്ചവര് പോലും ദളിത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിൽക്കുന്നത് ശരിയല്ലെന്നാണ്. നമ്മൾ ഈ അവസാനം നമ്മുടെ ഈ മറ്റൊരു മരവും വെട്ടാനില്ലാതെ കയ്യിലിരിക്കുന്ന കോടാലി കൊണ്ട് നിഴലിനെ വെട്ടുക എന്ന് പറയുന്നത് പോലെയാണ് ഈ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളെ കാണുന്നത്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണ്ടേ? ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മൂല്യമാണ്. ആ മൂല്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് ബാബാസാഹേബ് പറയുന്ന പോരാട്ടം. ആ പോരാട്ടം, ആ മൂല്യവും തുല്യതയും നിഷേധിക്കുന്ന ശക്തികളെ ദുർബലപ്പെടുത്താനും തുല്യത സ്ഥാപിച്ചെടുക്കാൻ അത് നിഷേധിക്കപ്പെട്ട ആൾക്കാർ നേടിയെടുക്കാനും കഴിയുന്ന രീതിയിലുള്ള ശക്തി സമാഹരണമാണ്. അപ്പൊ തുല്യത നിഷേധിക്കുന്ന ശക്തികൾക്കെതിരെ ആ നിഷേധം അനുഭവിക്കുന്ന ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ കൂട്ടായ്മയുടെ കരുത്താണ് ശരിക്കും പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്നത് ഇക്വാലിറ്റി അംബേദ്കർ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഐഡന്റിറ്റി വേണ്ട എന്നാണ്. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സ്വപ്നമാവുകയും ആ സ്വപ്നത്തിലേക്കുള്ള പോരാട്ടം സ്വാതന്ത്ര്യ സമരമാവുകയും സമരത്തിൽ നമ്മൾ അണിചേരുകയും ചെയ്യുമ്പം സമരം തന്നെ വേണ്ട, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറയും. സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇക്വാലിറ്റി എന്ന് പറയുന്ന വിദൂരമായ നമ്മുടെ സ്വപ്നമാണ്. ആ സ്വപ്നം പറയുന്നതിന്റെ പേരിൽ ആ സ്വപ്നത്തിലേക്ക് പൊരുതി വാങ്ങേണ്ട നമ്മളുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രയോഗങ്ങളെ തന്നെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് അത് എന്താണ് അതിന്റെ ഒന്ന് യുക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? വാദം ആണ് ഏതാണ്ട് 1950 പിന്നെ ഭരണഘടനയിൽ സംവരണം ആർട്ടിക്കിൾ 14 വന്നപ്പോൾ 16 വന്നപ്പോൾ ദുരൈരാജ് പിന്നെ കേസ് കൊടുത്തു മദ്രാസ് ഹൈക്കോടതിയിൽ. അതായത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 15 പറയുന്നു വിവേചനങ്ങൾ പാടില്ല, എല്ലാവരും തുല്യരാണ്, ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. അപ്പൊ ഒരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം നിങ്ങളിങ്ങനെ അവരെ SC എന്ന് വിളിച്ച് സംവരണം കൊടുക്കുന്നത് എന്തിനാണ്? കാരണം ഭരണഘടന പറഞ്ഞല്ലോ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഇക്വാലിറ്റി പറയുന്ന ഒരു ഭരണഘടനയ്ക്കകത്ത് പിന്നെ പ്രത്യേക ഒരു സമൂഹത്തിന് സംവരണം കൊടുക്കുന്നത് തുല്യതയ്ക്കെതിരാണ്. ഏതാണ്ട് ആ വാദം ഉറപ്പിയത് തുല്യത അംബേദ്കർ ഇക്വാലിറ്റി പറഞ്ഞത് കൊണ്ട് ദളിതരെന്ന് നിങ്ങൾ പറയാൻ പോകുന്നത് എന്തിനാണ്? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഈ സിദ്ധാന്തം നടപ്പിലാക്കിയാൽ പട്ടികജാതിക്കാർക്ക് ഇക്വാലിറ്റി ഭരണഘടന ഉള്ളത് കൊണ്ടും ഇക്വാലിറ്റി അംബേദ്കറിസത്തിൽ ഉള്ളത് കൊണ്ടും അംബേദ്കറിസം അംഗീകരിക്കുന്ന പട്ടികജാതിക്കാരൻ SC എന്ന് എഴുതരുത്, ST എന്ന് എഴുതരുത്, പഠിക്കാനും പോലും സംവരണവും മേടിക്കരുത്, സ്റ്റൈപൻഡും മേടിക്കരുത്, ലംസം ഗ്രാൻറ്റും മേടിക്കരുത്. ഇക്വാലിറ്റി ഉണ്ടല്ലോ, എല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. അവസാനം സുപ്രീം കോടതിയിൽ കേസ് ചെന്നപ്പോൾ വിധി ഉണ്ടായി. എന്താണ് വിധി? ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈക്വൽസ് തമ്മിലാണ്. ഇക്വാലിറ്റി നടക്കണമെങ്കിൽ ഈക്വൽസ് ആയിരിക്കണം. ഒരു ജാതിക്കുള്ളിൽ മാത്രമേ ഈക്വൽസ്. അപ്പൊ ഞാൻ പറയുന്നത് ഈക്വൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെ സമ്പത്ത്, പഠിക്കാനുള്ള സൗകര്യം ഒരുപോലെ ഭൂമി, ഇങ്ങനെയുള്ളവർക്കിടെ മാത്രം നടക്കുന്ന ഒരു കാര്യം ഇക്വാലിറ്റി. അപ്പൊ ഈക്വൽസ് ആയിട്ടില്ലാത്തൊരവസ്ഥയിൽ ഇക്വാലിറ്റി കൊണ്ടുപോകണം എന്ത് ചെയ്യണം? ഈക്വൽസ് ആക്കണം, അതിന് സംവരണം വേണം. മനസ്സിലായോ? ഈക്വൽസ് ആയിട്ട് പിന്നെ അതൊക്കെ മാറ്റാം. അപ്പൊ അത് പറയുന്നത് വേണ്ടി വരും. മാത്രമേ അധികാരം ഇല്ലാത്ത ഒരാളെ അധികാരമുള്ളവൻ കല്യാണം കഴിക്കത്തില്ലല്ലോ. ഇനി ആർക്കും ചോറ് വേണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും വയറ് നിറയുന്ന ഒരവസ്ഥ വരണ്ടേ? അല്ല, ഇതിപ്പോ ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ സന്തോഷ് പാലത്തുമ്പാട് എന്ന് പറയുന്ന വ്യക്തി ബഹുജൻ എന്ന് പറയുന്ന പേര് സ്വയം സ്വീകരിച്ച് കണ്ണു അടച്ചിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഈക്വൽ ആയി എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്.
അപ്പോൾ അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഇത് വിവേചനം പാടില്ല, എല്ലാവരും തുല്യരാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വിവേചനമുണ്ട്, ഭരണഘടനയിൽ മാത്രമാണ് പാടില്ല. ഇവിടെ ഉള്ള സമയത്ത് വിവേചനത്തെ പരിഹരിക്കണം. അതുകൊണ്ട് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ, സംരക്ഷണാത്മക വിവേചനം വേണമെന്ന് പറഞ്ഞ് തുല്യത ഇല്ലാത്തവരെ കൂടി തുല്യതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവനൊരു പ്രത്യേക പരിഗണന കൊടുക്കണം. അതുകൊണ്ട് ഇത് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ്. വിവേചനമാണ്, പക്ഷേ അത് ആവശ്യമാണ്. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന പോലെ ഈ വ്യത്യസ്തത എന്ന് പറയുന്നത് വിഭാഗീയതയല്ല, സംവരണത്തെ സംരക്ഷിക്കുന്നതിനും ഒരു നിയമമുണ്ട് എന്നുള്ളതാണ്. അതാണ്. അപ്പൊ അത് എത്രയേ ഉള്ളൂ, ഡിഫറൻസ് ഉണ്ട്, അത് കുഴപ്പമല്ല. ആ ഡിഫറൻസുകളെ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് വ്യത്യസ്തത എന്ന് പറയുന്നത് വിഭാഗീയതയാണോ എന്നാ ചോദ്യം. അല്ല, വ്യത്യസ്തത ഉണ്ട് ഇവിടെ. ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് തന്നെ എവിടേക്ക് എത്തുക എന്നുള്ളതാ, എല്ലാവർക്കും അവരവരുടെ പങ്കാളിത്തം കിട്ടുക. അതാണ് സംഗതി എന്ന് പറയുന്നത്. അല്ലാതെ ഈ വ്യത്യസ്തതയെ തുടച്ചു കളയല്ല. എന്നിട്ട് മനുഷ്യൻ പറഞ്ഞു നടക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ ഹോമോസാപ്പിയൻസ് സംഘടന ഉണ്ടാക്കിയാൽ പോരെ. അപ്പൊ കുറച്ച് BSPക്ക് പേര് മാറ്റി, അല്ല ഞാൻ പറയുന്ന ഈ ബഹുജൻ എന്നൊക്കെയുള്ള മാറ്റിയിട്ട് ഹോമോസാപ്പിയൻസ് എന്നാക്കാമെങ്കിൽ നമുക്ക് അമേരിക്കയിൽ നിന്നും ഒക്കെ അണികളെ കിട്ടുമല്ലോ. അതായത് യുക്തിവാദ സംഘം ഉണ്ടല്ലോ, എസൻസ് പോലെയുള്ള സംഘടനയ്ക്കുള്ളിൽ സംഘപരിവാരം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലും ഇദ്ദേഹം കാണുന്നില്ലെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് പറയുന്നത് നമ്മൾ ബഹുജൻ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചാല് ജാതി ഇല്ലാതാവുമെന്ന് പറയുന്നത്. അത് സെയിം അല്ലേ? അതായത് രവിചന്ദ്രൻ പറയുന്നത് നമ്മള് സംവരണം കളഞ്ഞാൽ മതി, സംവരണം കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആവും. സംവരണം നിർത്തലാക്കി കഴിഞ്ഞാൽ പിന്നെ ജാതി ആരും പറയത്തില്ലെന്നാ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ബഹുജൻ എന്ന് പറയുന്ന വാക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഇന്ത്യയിൽ എല്ലാവരും എവിടെയും ജാതി കാണത്തില്ലെന്നാ പറയുന്നത്. ഈ ഒരവസ്ഥയായി. അപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ദലിത് എന്ന് പറയുന്ന വാക്കിൽ എത്രമാത്രം അതിനെ വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ എത്രമാത്രം അത് സ്വാധീനിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്ക്. ഇതിന്റെ ഒരു ചെറിയൊരു വിവരണമാണ് നിങ്ങളോട് പങ്കുവച്ചത്. അതിന്റെ കാരണം ഈ ഒരു വീഡിയോയാണ്. ഇദ്ദേഹം BSP അതുപോലെ ഒരു രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്നേരം അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരെ കുറച്ചുകൂടി സ്വാധീനിക്കും, തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അപ്പൊ അതിനൊരു ക്ലാരിറ്റി തന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഭീം. ശരി.